എന്റെ ഒന്നും തെറ്റിയില്ല അല്ലാത്തമ്മേ. തെറ്റില്ലല്ലോ വിശ്വ. നിന്നെ ഇവിടെ എത്തിക്കാനുള്ളത് അതെന്റെ ലക്ഷ്യമായിരുന്നില്ലേ? അപ്പൊ നിനക്ക് തെറ്റിയ അതെങ്ങനെ ശരിയാവും? അച്ഛനെ അച്ഛമ്മേ, നിങ്ങൾ രണ്ടും എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാധവ്, അത് തന്ത്രങ്ങളാണ് നീ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും നിയോഗം പൂർത്തിയാക്കാൻ ജനിച്ചവരാണ്. അത് അച്ഛനൊക്കെ എങ്ങനെ? അതൊക്കെ അറിഞ്ഞു. മാധവ്, തന്ത്രങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഇരുവരും. പക്ഷെ ആ നിയോഗം എങ്ങനെ പൂർത്തിയാക്കണമെന്ന വഴി ആകെ അറിയാവുന്നത് വിശ്വയ്ക്ക് മാത്രമാണ്. അതവനെ ഞാനും കൂടെ അറിഞ്ഞെടുത്തതാണ്. പക്ഷെ എങ്കിൽ ഇവന്റെ വിരൽത്തുമ്പി കെട്ടിയാടുന്ന വെറും കളിപ്പാവ് മാത്രമാണ് മാധവി. അവൻ നിശ്ചയിക്കുന്ന വഴി ചലിക്കുന്ന ഒരു ശരീരം. അവനവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി മാത്രമാണ് മധു നിന്നോട് അടുത്തതും നിന്നെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചത്. കുരുങ്ങാൻ എളുപ്പമുള്ള മീനുകളെ കൊടുക്കാൻ മനുഷ്യന് വലിയ വലയുടെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ ചൂണ്ട തന്നെ ധാരാളം. അവന്റെ മായാവലയത്തിൽ ഇങ്ങനെ ഒരു മണ്ടിയാണ് നീയെന്ന് ഇപ്പൊ മനസ്സിലായോ? വിശ്വ, വിശ്വ, നിന്റെ അമ്മ പ്രസവിച്ച അന്നത്തെ നശിച്ച രാത്രി, ഈ നാടിന്റെയും വീടിനെയും എന്റെ മകന്റെയും സന്തോഷം ഇല്ലാതാക്കിയ രാത്രി, അന്ന് ജനിച്ചതാണ് നീയും നിന്റെ പെങ്ങളും. എന്റെ ശിവനുണ്ടല്ലോ, അവനെ സുഹൃത്തായി വരേണ്ട നീ ജനിച്ചത് കാലം തെറ്റിയായിപ്പോയി. ശിവയ്ക്ക് പകരം കാശിയുടെ സുഹൃത്തായി ഞാൻ ഭൂമിയിൽ വന്നു പറഞ്ഞു. നീ ജനിച്ച അന്ന് തന്നെ കാശിയുടെ ശിവന്റെ ജീവിതത്തിലെ നിയോഗത്തിന്, അതായത് നിന്നെ ഞങ്ങൾ അന്നേ തിരിച്ചറിഞ്ഞു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ നിയോഗത്തിന്റെ ജന്മം, മാധുവിന്റെ ജന്മം. ഒരു മനുഷ്യന്റെ രഹസ്യം ചോർത്തിയെടുക്കാൻ ഞാനും ലഭിച്ചു നിനക്ക്. ജനിച്ച നാൾ മുതൽ ഇനി നിമിഷം വരെ നിന്നെ പിന്തുടർന്ന് ഞങ്ങളെ കണ്ടെത്താനായില്ല. അവിടെയാണ് വിശ്വന്റെ പരാജയം. പക്ഷെ നീ വിഷമിക്കണ്ട. ഇത്രയും കാലം നമ്മുടെ ഇടവരെ നേർക്കുനേരുന്ന കളിച്ചത്. ഇനി ഈ കളി ഒന്നിച്ചു നിന്നു മതി. എന്റെ എതിരാളികളെ ഞാൻ എന്റെ സുഹൃത്തുക്കളാക്കാറില്ല. നിനക്ക് വേറെ വഴിയില്ല വിശ്വ. കാരണം നിന്റെ പെങ്ങളുടെ ജീവനപ്പോ എന്റെ കയ്യിലാണ്. എന്റെ ശിവയുടെ ഭൂമിയുടെ ശാന്തിക്ക് വേണ്ടി അത് ഇല്ലാതാക്കാനും ഞാൻ മടിക്കില്ല. അച്ഛനെ, എന്റെ പെങ്ങൾക്ക് കാശിക്കോ നിങ്ങൾ കാരണം എന്തെങ്കിലും പറ്റിയോ മകന്റെ ആഗ്രഹം നിറവേറ്റാൻ പിന്നെ അമ്മ ജീവനോട് ഉണ്ടാവില്ല. വിശ്വ, എന്താ ഇതൊക്കെ? നിങ്ങൾ പരസ്പരം വെല്ലുവിളിക്കുന്നത് നിർത്താമോ? ഇതെല്ലാം കേട്ടിട്ട് എന്റെ തലക്കാ ഭ്രാന്ത് പിടിക്കുന്നത്. വിശ്വ, ആരാ നീ? സത്യത്തിൽ എന്താ നിന്റെ ലക്ഷ്യം? അച്ഛനെ, ഇതെങ്ങനെ നിങ്ങളുടെ മകനായ? ഞാൻ അറിഞ്ഞ പ്രത്യേക തലവാട്ടിലും ഇങ്ങനെ ഒരു അംഗം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ഉടനാ കുട്ടി വിളിച്ചേ. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്റെ അമ്മയോ നിങ്ങളോ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ എല്ലാരെയും മറച്ചു വെക്കാൻ വേണ്ടി ആരായിരുന്നത്? ഇദ്ദേഹത്തിന് എന്താ പറ്റിയേ? എന്റെ കാശിന്റെ ഫീസ് എങ്ങനെ എങ്ങേർക്ക് വന്നേ? ഇതെന്റെ ആരാ? നിന്റെ കാശിന്റെ മോച്ചായ അവനല്ല വന്നത്. അവന്റെ മോച്ചായ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് നിന്റെ ചെറിയ മകൻ, നിന്റെ അമ്മയുടെ ഇരട്ട സഹോദരൻ. നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ട്. ഒരു 25 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. ചായ വരുവാട്ടാ. എന്താ ദേവ, നിനക്ക് അങ്ങോട്ട് പോയി എടുത്തു പിടിച്ചൂടെ? ആ പണിയെടുക്ക കൊച്ചിനെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത്? പിന്നെ അവൾക്ക് വേറെ പണി എടുത്തിട്ട് വരട്ടെ. ദേവ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അച്ഛൻ സംസാരിക്കാൻ നിൽക്കരുത്. അമ്മ പോയെ, രാവിലെ തുടങ്ങിക്കോളൂ. അല്ല ശിവാനി ശിവ എന്തേ? അവരെ അവനെ അമ്പലത്തിൽ പോയി. അച്ഛൻ എന്തേമേ? അച്ഛൻ രാവിലെ പൂജാ റൂമിൽ കയറിയിട്ടുണ്ട്. പൂജാ റൂമിലോ? ഇറങ്ങിയില്ല ഇതുവരെ? സമയം കുറയാലോ. ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, അതാണ് ദേവപൂജ ഉണ്ടാവും. ഇന്ന് ചൊവ്വാഴ്ച ആയിരുന്നല്ലേ, ഞാനത് മറന്നുപോയി. അത് നീ പഠിക്കണമെന്നില്ലേ? ഞാൻ അതിനെ ഇറങ്ങിയത്. ഏട്ടാ, എന്നാ ചായ. നീ രാവിലെ അമ്പലത്തിൽ പോയോ? പോയി. ഞാൻ എത്ര പ്രാവശ്യം ദേവണ്ണോന്ന് വിളിച്ചു. കണ്ടല്ലോ ഞാൻ ഒറ്റക്ക് പോയെ. ഒറ്റക്ക് പോയോ? ഇല്ല, ശിവ ഉണ്ടാക്കി തന്നു. അമ്മ ശരിയെന്നാ, ഞാൻ ഇറങ്ങുവാണേ. ശരി, പോയിട്ടോ. മാളു, നീ ഇറങ്ങുവാ? ഏട്ടാ ശരി. അപ്പൊ എന്താ ദേവാ, എടാ പോകുന്നൊരു നീ അമ്പലത്തിൽ കയറിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ കയറിക്കോളാം. ശരി മാളു. ദേവൻ പോയോ മോളെ? ദേവ് പോയേ ഉള്ളൂ. അവനെന്താ വേറെ പൂജാ റൂമിലേക്ക് വരാഞ്ഞ? അതുകൊണ്ട് നിങ്ങൾ കഥ വെച്ചിട്ട് പ്രാർത്ഥിക്കുവായിരുന്നില്ലേ? അതായിരിക്കും. അമ്പലത്തിൽ കയറാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടാ. അച്ഛന് ചായ എടുക്കട്ടെ? വേണ്ട, കുറച്ച് കഴിയട്ടെ. ശരി അച്ഛാ. കൃഷ്ണ, ദേവണ്ണോ ഇതെടുക്കുന്നു? വർക്കിന് പോവാ? അല്ല അവനെന്തല്ല? ആര്? ശിവയോ? അവൻ കൊളക്കടവിലുണ്ട്. ശിവനെ കൊടുത്തിട്ടുണ്ടോ?
ഇല്ല, അവൾ തൊഴാൻ പോയിട്ട് കുറെ നേരമായി. ആണോ? ദേവേട്ടാ, ദേവേട്ടൊന്നും വൈകിയോ? ഏയ് ഇല്ലടി, കറക്റ്റ് ടൈമാ. അല്ല, നിന്റെ കയ്യിലെന്തത്? ഇത് ശിവേന്റെ മുണ്ടച്ചോട്ട്. ആ, അതായിരുന്നു. അല്ല, ഇന്ന് കടയിലേക്ക് പോവാ? ഏട്ടാ വരുന്നോ? ഞാനും വരാം. എടി ശിവാനി, ഏട്ടാ പുഷ്പാഞ്ജലി കാണിക്കേ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എല്ലാ ദിവസവും എന്റെ അടുത്ത് പ്രസാദം വാങ്ങിക്കുന്നതിനും അകത്തേരി വാങ്ങിച്ചൂടെ? ഓ, അതൊക്കെ വലിയ ചടങ്ങാടി. അമ്പലത്തിൽ കയറി 2-3 ചുറ്റി എനിക്കൊന്നും പറ്റില്ല. എനിക്ക് ഇങ്ങനെ രണ്ടും മടിയന്മാര്. എന്നാ അതെ, ചന്ദന മാത്രം എടുക്കാം. പഴുത്തി കഴിച്ച രണ്ടിനെ കൊല്ലും ഞാൻ. ഓ, ഞങ്ങൾക്കൊന്നും വേണ്ട നിന്റെ പഴം. ചന്ദനം മാത്രം മതി. ഇങ്ങത്താ. ശിവാനി, നീ വരുന്നോ? ആയിട്ടാ, ഇതാ വരുവാ. ഇവിടെ തന്നെ, ഞാൻ പോവാ. എടുത്തില്ല. കൃഷ്ണനെ എടുത്തിട്ടുണ്ട്. അങ്ങേട്ടായിരുന്നു വാങ്ങിച്ചോട്ടോ. ശേ, ഈ പെണ്ണിത് എന്നെ കുറിച്ച് ചന്ദനം തടാ. എന്നാ പിടി. നീല മണാങ്കുളക്കണിയിലുണ്ടെന്നോ? എന്റെ എവിടെ? ഇതെവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എവിടെ? എന്തായാലും ഇവിടെ ഒന്നും പോയില്ല. കാരണം മുണ്ടച്ചോട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ശിവ, ശിവ, ശിവേട്ടാ, പേടിക്കണ്ട ചേച്ചി. ആഴ വെള്ളത്തിന്റെ അടി തന്നെ ഉണ്ട്. ഞങ്ങൾ കൗണ്ട് എടുക്കുമായിരുന്നു. ബെസ്റ്റ്. ശിവ, മതി കേറിക്ക. കണ്ടോ, ഈ ദേവേട്ട തെറ്റിച്ചു. ശിവേട്ടാ, കേറിപ്പോര്, നമ്പർ തെറ്റി. क्षेत्रपालक समर कौतुक खड्ग चालक रक्षकम् क्षात्रनायक स्फूर्तिदायक कार्य साधक दक्षकम् गुरुप्रदर्शन कारकम् मम पुत्र सन्निभ बालकम् वात्सल्य भाव प्रेरकम्. എന്താ ദേവേട്ടാ നിങ്ങക്ക്? ചേർക്ക, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ അടി കിടന്നുള്ള അഭ്യാസം വേണം. താന്ന് പോയി ചുമ്മാ ഭരിപ്പിക്കല്ലേ. ഇത് ശിവ, എന്നോട് നാക്കൊടുത്താണോ? അച്ഛനോടും അമ്മനോടും പറഞ്ഞു ഞാൻ. ഷേ, നിങ്ങക്ക് നാണൂലേ ദേവേട്ടാ? എത്ര വയസ്സായി? ഇപ്പൊ ഞാൻ എന്തേലും പറയുമ്പോ അച്ഛനോടും അമ്മനോടും പറയാൻ നിങ്ങക്ക് എന്തൊരു മനുഷ്യനാണോ താൻ? ഇത് ശിവ, നീ എന്റെ വാങ്ങും കേട്ടോ. എന്റെ പൊന്നു രണ്ടൊന്ന് നിർത്തോ. കണ്ണി കണ്ടാ പേടിയാ. ഞങ്ങൾ ഇടിച്ച് ഇടയിൽ കയറി വീഴാനല്ലടി നീ. ശിവേട്ടാ, കൊഞ്ചിക്കല്ലേ. വാടാ. ബെസ്റ്റ്. ഇതാ നിങ്ങൾ തമ്മിൽ കണ്ടുപിടിച്ച ഞാൻ ഇടക്ക് കയറാത്ത. ഇപ്പൊ നിങ്ങൾ രണ്ടൊന്നായി, ഞാൻ ഒറ്റക്കായി. ശിവാനി, ചുമ്മാ അവിടെ നിന്ന് വയറ്റിറക്കാന് ഞാൻ എന്റെ പാടിനങ്ങ് പോകും. പിന്നെ നടന്നങ്ങ് വരേണ്ടി വരും. ശിവേട്ടാ, ഇങ്ങ് വാടി. നിക്ക്, ഞാൻ വരുവാ. ശിവ, പോകണോ നീ? അടാ പോകുക, പിന്നെ കാണാം. ശരി. വന്നോ കാന്താരി? അവനും കേറി. ഏട്ടൻ എപ്പോഴും മേലിലേക്ക് പോയി. വന്നോ? വരി, നിങ്ങക്ക് ചായത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടത്തി ഇതാ വരുവാ. ശിവാനി, ആമേ ദേവ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട ഏട്ടൻ പോയെ. ശിവ, ആമേ കേറിക്കോ, ലോക്കല്ല. ശിവ, നീ ഇങ്ങോട്ട് പോവാ. എങ്ങോട്ട് പോവാ? ഞാനൊന്ന് അവന്മാരുടെ അടുത്ത് പോയിട്ട് വരാം. പോന്നേക്കോളാം, പക്ഷെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അല്ലാതെ വീണ്ടും പുറത്തിറങ്ങിയ കൊല്ലി ഞാൻ തന്നെ. എന്താ അമ്മ, എനിക്ക് വിശക്കുന്നില്ല. ആദ്യം പറയാൻ പറ്റില്ല ശിവ, നീ കഴിച്ചിട്ട് പോയാൽ മതി. എല്ലാ ദിവസവും ഇങ്ങനെ പറ്റിക്കാൻ പരിപാടി. ഇന്ന് നീ കഴിക്കാതെ പോയാൽ ഞാൻ അച്ഛനോട് പറയാ. ഈ അമ്മ, ഞാൻ കഴിച്ചോളാം, പോച്ചില്ല. അച്ഛൻ എന്താ അമ്മേ? അച്ഛൻ തന്ത്രികളെ കാണാൻ പോയടാ. ശിവ, ഇതാരെ ലച്ചു ചേച്ചിയോ? എന്താ കൂടെ എന്നെ താമസിച്ചേ? വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതാ. ശരിയാ, പിന്നെ കാണാവേ. ലച്ചു ചേച്ചി, അതെ, ശിവന്റെ ഡ്രസ് മാറും. ബാലം വിളിച്ച് കയറി ചെല്ലേ, ചില സ്വഭാവം മാറും. അയ്യോ, ആണോ? പറഞ്ഞു തന്നെ. ശരിയാ, എടി പതിയെ പോ, ഞാൻ നോക്കിക്കോളാം ചേച്ചി. ലച്ചു ഒന്ന് വൈകിയല്ലോ. പാറോമേ, അത് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ ആ ഡ്രസ് മാറാം. ചുമ്മാ അവനൊക്കെ വെച്ചുണ്ടാക്കിയാ നിൽക്കണ്ട, വേഗം കൊണ്ട് പോന്നേരം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. പാറ നോക്കൂ. ശിവേട്ടാ, ഡ്രസ് മാറി കഴിഞ്ഞായിരുന്നോ? ഞാനത്തേക്ക് ഇരിക്കോട്ടെ. കഴിഞ്ഞു, കേറിക്കോ. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? മോക്ക് ആകെ എവിടെ ഇരിക്കുന്നു? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, നിനക്കെന്താ തെറ്റി? വൈകി പോയല്ലോ. അതൊന്നും പറയണ്ട ശിവേട്ടാ, ഇന്ന് കുറച്ചുകൂടി കൂടുതലായിരുന്നു, അതാ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നേ. എന്താ? എനിക്ക് വീട്ടില് കല്യാണം ആലോചിക്കുന്നുണ്ട്. ശിവേട്ടാ, എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന്. ആലോചിക്കട്ടെ, നല്ല കാര്യമല്ലേ? ഇങ്ങനെയാണോ പറയണ്ടേ? അല്ല, ഞാനെന്ത് പറയണം? ഞാൻ എത്ര നാളായി ഇങ്ങനെ? ഈ ഉത്സവത്തിന്റെ ബാലം വരില്ലേ? കണ്ടോ, അപ്പൊ
തന്നെ ടോപ്പിക് ആയിട്ട് എന്താ ശിവേട്ട നിങ്ങളിങ്ങനെ? ഞാൻ ചോദിച്ചു നീ കേട്ടില്ലേ? ഓ, ബാലേട്ടൻ വരുമെന്നാ പറഞ്ഞു. ഈ കഥ കാണുന്ന എല്ലാവർക്കും ബാലൻ ആരാണെന്ന് അറിയാലോ. രുക്കുവിന്റെ വിഷുവിന്റെ മാമൻ. ബാലൻ ലക്ഷ്മി അച്ഛനമ്മ ഇല്ലാതെ വളർന്ന മക്കളാണ്. അവരുടെ അച്ഛനമ്മയുടെ മരണത്തിന് ശേഷം വല്യമ്മയും വല്യച്ഛനാണ് ഇവരെടുത്ത് വളർത്തിയത്. അവരുടെ വീട് ചെന്നൈയിലാണ്. ഇവിടെ നാട്ടില് അച്ഛന്റെ അനിയത്തിനെ കൂടെ നിന്നാണ് ലക്ഷ്മി വളർന്നതല്ല. ബാലൻ അവിടെ ചെന്നൈയിലെ വല്യച്ഛന്റെ വിനുമടയും കൂടെ. വളരെ ചെറുപ്പത്തിലെ തന്നെ ബാലൻ ചെന്നൈക്ക് പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലാളുകളെ കുറിച്ച് കേട്ടുകളില്ലാതെ ആരെയും കണ്ടവന് പരിചയമില്ല. എന്നാൽ ഈ ഉത്സവത്തിന് ബാലൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. ചെന്നൈയിലായിരിക്കുമ്പോ തന്നെ ബാലന്റെ കല്യാണം എല്ലാം കഴിഞ്ഞതാണ്. ഭാര്യയുടെ പേര് അനു. ആളൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് ഒരു പ്രണയവിവാഹമായിരുന്നു അവരുടെ. വിവാഹത്തിന് ശേഷം അവർ ആദ്യമാണ് നാട്ടിലേക്ക് വരുന്നത്, അതും ഉത്സവം കൂടെ. ശിവേട്ട, ബാലന്റെ കാര്യം കൂടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഈ ശിവേട്ടൻ. ശിവ, നീ നിലത്തേക്ക് അതാ വരുവാ. ആ ചെറിയ ചെറിയ ഇതപ്പോ ഞങ്ങൾ വന്നേ ഉള്ളൂ. നീ അമ്പലത്തിൽ പോയില്ലേ? ഇത് നമ്മുടെ മരിച്ച ശങ്കരന്റെ മോളല്ലേ? ആ, ലക്ഷ്മി. ഈ കുട്ടി എന്താ ഇവിടെ? അത് രാവിലെ തന്നെ. അവള് വെറുതെ എന്നെ കാണാൻ വന്നതാ. എന്താ മോള് രാവിലെ തന്നെ എന്നെ കണ്ട് പറയാൻ? ലക്ഷ്മി, നീ അവരുടെ അടുത്തേക്ക്. അതൊന്നുമില്ല ചെറിയമ്മ, അവള് വെറുതെ വന്നതാ. നിങ്ങളിരിക്കും. അല്ല ശിവ, അച്ഛനെന്തേ? അച്ഛൻ പുറത്തേക്ക് പോയി, കുറച്ചു എത്തും. ആ പിന്നെ ശിവ, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു വന്നേ. ആ ചെറിയമ്മ പറഞ്ഞു. അത് പിന്നെ ഈ കുടുംബക്കാർ സംസാരിക്കുന്നതിനിടയില് പുറത്തുനിന്നാരും അവരെല്ലാരും ലക്ഷ്മിയെ നോക്കുന്നു. ഈ പുറത്തുനിന്നുള്ള ഒരാളെന്ന് ഉദ്ദേശിച്ചത് ലക്ഷ്മിയാണെങ്കിൽ അവള് ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഒരാളല്ല, ഈ കുടുംബത്തിൽ തന്നെയുള്ള കുട്ടിയാ. ചെറിയ കാര്യം പറഞ്ഞു. അതുപോലെ ശിവ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ആ സ്ഥലത്തിന്റെ കാര്യമൊന്ന്. ആ, സ്വത്ത് പോകാൻ വെക്കുന്ന കാര്യമാണെങ്കിൽ അത് അച്ഛനോട് സംസാരിക്കാനായിരിക്കും നല്ലത്. എന്റെ അടുത്ത് സംസാരിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അച്ഛനെപ്പോലും അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ തോന്നുന്നു വരും. ശിവ, ആ കണാ വാ പോ. അതാ വരുവാ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞോ? ഇല്ല മോനെ, ഞങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട് പോവും. ആ അമ്മേ, ഇവർക്ക് ചായ കൊടുക്കാം. നിങ്ങളൊക്കെ ചായ കുടിക്കും, എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ആ ചെല്ലു. ചേച്ചു, നീ വീട്ടിൽ പോകുന്നില്ലേ? ശിവേട്ടാ, നീ വാ, ഞാനൊക്കെ തരാം. അതെങ്ങനെ മോനെ? ആ കൂടി നടന്നു പോയില്ലേ? അതൊന്നും പ്രശ്നമില്ല അറിയാമേ, അവളെ എന്നെ കാണാനല്ലോ വന്നത്. ഞാൻ പോണം. ശരി. ഈ ശിവ എന്താ പറയുന്നത്? ഈ കല്യാണം പ്രായ പെമ്പിള്ളേരൊക്കെ ബൈക്കിൽ കയറ്റി എടുക്കാന്ന് വെച്ചാ എന്റെ പൊന്നം. അവനെ സംബന്ധിച്ച് അത് അവന്റെ പെങ്ങളും. ഒരുമിച്ച് ബൈക്കിൽ പോയെന്ന് വെച്ച് എന്ത് ബന്ധമുണ്ടാവും നീ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞതാ. അങ്ങനൊന്നും ഇല്ല അമ്മ, അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാ. അത് അച്ഛനമ്മയിലാണ് വളർന്നൊരു കുട്ടിയാണ്. അവൾക്ക് ആകെ ഉള്ളത് ഒരു ആങ്ങളെയാ, അതങ്ങ് ചെന്നൈയിലാണ്. ഇനി ഇവിടെ അവൾക്ക് ഒരാവശ്യം വന്നാ ഒന്നിനും ഇതേനും അല്ലെങ്കിൽ ശിവ, ഇവരാരെങ്കിലും ഉള്ളൂ. അവള് പിന്നെ ഇവിടെ വരാൻ അവിടെ പോകുന്നു. ശരി ഏട്ടത്തി, ഇവർക്ക് ചെറിയ വിഷമൊന്നുമല്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരും. ഉള്ളൊരു മോളെ കൊണ്ട് ശിവനെ കെട്ടിക്കാൻ നടക്കുമല്ലേ? അവരിപ്പോ പെമ്പിള്ളേരെ കെട്ടിക്കൊണ്ടുപോയി അവർക്കല്ലേ നാണക്കെടുക്കും. നല്ല പഷ്ട മോള ഏട്ടൻ കെട്ടി ബാക്കിയായി. ഈ സത്യം നമുക്കല്ലേ അറിയും, അവർക്കറിയില്ലല്ലോ. അവരുടെ വിചാരം അവരുടെ മോളെന്ന് ഭൂലോകരം വേണം. ദേട്ടത്തി, എങ്ങനെയെങ്കിലും തലവരുന്ന അവളെ വീട്ടിലേക്ക് കയറാൻ നോക്കിയാലും ഞാൻ അവളെ പരിസരം തെറിപ്പിക്കത്തില്ല. ഞാനും. എന്താണ് നാത്തുമാരുടെ കൂടെ ചേർന്ന് കുശുമ്പറിയാണോ? ഏയ്, ഞങ്ങൾക്ക് എന്ത് പ്രശ്നമൊന്നുമില്ല ചെറിയമ്മ. എന്തായാലും ശിവാനി, നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? ആ ഉണ്ട് ചെറിയ പോവാ. മാളും സുഖമല്ലേ? ചെറിയ സുഖം. അല്ലടി മോളെ, നിങ്ങളിങ്ങനെ പോകാനാ വിശേഷം ആവുന്നില്ലേ? തുടങ്ങി. ചെറിയമ്മ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, സംസാരിക്കാൻ കുറെ നേരം ഉണ്ടല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിക്കാം. എല്ലാ കുടുംബത്തിൽ കാണും ഇതുപോലെ കുശുമൂത്താനോ. വിശേഷമൊന്നും ഞാൻ പോയി കിട്ടിയാ തീരും. ഒന്ന് മിണ്ടായിരിച്ചു കഴിഞ്ഞു. ഞാൻ പറയും, ഒരാളുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയിട്ടല്ല തമാശ പറയുന്നു. മതിയടി. ശിവ, നീ എവിടെയായിരുന്നു എടുക്കാം? ഞാനും എല്ലാവരും നോക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഡ്രസ് ഇറാൻ പോയത് മാഷെ. മാഷെപ്പത്തി ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി. ഞാൻ അമ്മൂട്ടിയമ്മ ഇരുന്നു. അമ്മൂട്ടിയമ്മ, ഇന്നത്തെ പായസം അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നത്തേന്നല്ല, എല്ലാ ദിവസത്തെയും അടിപൊളിയാണ്. പക്ഷെ ഇന്നത്തെ എന്തോ കുറച്ച് പ്രത്യേകത ഉണ്ടായിരുന്നു. കൈപ്പുണ്യാണ് മോനെ. അമ്മൂട്ടിയമ്മയുടെ കൈപ്പുണ്യം അത് ചുമ്മാ ഒന്നല്ല, ഇവിടുത്തെ ദേവതകളുടെ അനുഗ്രഹം. ആണോ അമ്മൂട്ടിയമ്മ? ഒന്ന് പോവാനെ, വെറുതെ രാവിലെ എന്നെ കളിയാക്കാൻ. കളിയാക്കിയതോ? ഞങ്ങളോ? ഞങ്ങൾ അങ്ങനെ ചെയ്യോ? എന്റെ മക്കൾ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലേ. അമ്മൂട്ടിയമ്മ, വസുന്ധര അവള് വീട്ടിലുണ്ട് മോനെ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോ? എല്ലാം കഴിക്കുന്നുണ്ട്. ശരി മക്കളെ, ഞാൻ പൊക്കട്ടെ. ശരി. അങ്ങനെ നാട്ടിലെ വിശേഷങ്ങളും കളിയും ചിരിയും ഒക്കെ ഒരാഴ്ച അങ്ങ് കടന്നുപോയി. ബാലന് ഭാര്യ നാട്ടിലെത്തി.
ലക്ഷ്മി ഇതുവരെ പറഞ്ഞു മാത്രം കേട്ട തന്റെ പ്രണയത്തെ ബാലിനെ കാണാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. അവൻ ശിവയെ കാണാൻ ലക്ഷ്മിയോട് വീട്ടിലേക്ക് എത്തി. പാറുമേ, ആ എന്തിനാ വിളിക്കുന്നേ? ആത്തേക്കാര് പാറുമേ എന്റെ കൂടെ. ഇതാരാ മോളെ? പാറുമേ ഇതെന്റെ ഏട്ടൻ ബാലൻ. ആ ബാലനായിരുന്നു. കൊറേ അങ്ങ് വളർന്നല്ലേ ആള്. മാളു, ശിവാനി. ആമേ ഇതാ വരുവാ. എന്താ അമ്മേ, എന്താ വിളിച്ചേ? മക്കളെ ഇതാരെന്ന് മനസ്സിലായോ? ഇത് ലച്ചുന്റെ ഏട്ടൻ. ആ ഏട്ടനാ. ഹായ്. ഹായ്. എപ്പോഴാ വീട്ടിലെത്തിയേ? ഇന്ന് വന്നോളൂ. വൈഫൊക്കെ വീട്ടിലുണ്ട്. എന്താ വൈഫിനെ കൊണ്ടുവരാഞ്ഞേ? അവക്ക് വന്നതിന്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പൊ അത് തീർത്തിട്ട് പതിവ് വരാന്ന് വിചാരിച്ചു. അല്ല രണ്ടാണ് വന്നാലേ നിനക്ക് തിരിക്കും. മൂന്ന് ചായ എടുക്കട്ടെ? വേണ്ടമ്മേ, ഞാൻ ശിവേനെ കാണാൻ വന്നത്. ശിവനെയോ? ശിവ മകളുണ്ടാവും. ഞാൻ അവനെ കണ്ടു വിളിക്കാവേ. ശിവ, ആ ഒന്നിങ്ങ് വന്നേ. ആ അപ്പൊ രണ്ടുപേർക്കും ജോലിയുണ്ടല്ലേ? ആ ചെന്നൈയിലൊക്കെ രണ്ടുപേർക്കും ജോലി ഇല്ലാതെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ആ എന്താ വിളിച്ചേ? ആ ശിവ വന്നല്ലോ. क्षेत्रपालक समर कौतुक खड्ग चालक रक्षकम् क्षात्रनायक स्फूर्तिदायक कार्यसाधक दक्षकम् गुरुप्रदर्शन कारकम् मम पुत्र सन्निभबालकम् ആ ശിവ, ഇതാരാന്ന് മനസ്സിലായോ? ഇതോ? ഇതാരാ? ശിവേട്ടാ ഇതെന്റെ ചേട്ടനാ. ആ ബാലൻ. ഇരിക്കും. ആ ഏട്ടാ. അമ്മ കുടിക്കാൻ എടുക്ക്. അയ്യോ ഞാൻ മാറും, ഇപ്പൊ വരാവേ. അല്ലാതെ കുടിക്കാനൊന്നും വേണ്ട. ഏയ് അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ഇവിടെ വന്നാ കഴിച്ചിട്ട് വേണം പോവാൻ. പിന്നെ നിന്റെ വൈഫൊക്കെ? വീട്ടിലുണ്ട്. അവൾ അത്രയും നേരം ട്രാവൽ ചെയ്ത് വന്ന കാരണം അവള് നല്ല ടയേർഡാണ്. സോ കുറച്ച് കഴിയുമ്പോൾ വരും. ആ റെസ്റ്റ് എടുത്തോടെ, അതൊന്നും പ്രശ്നമുണ്ട. ശിവ പോകാം. ആ കണ നീ അകത്തേക്ക് വരും. എന്താടാ? എടാ ഇത് നമ്മൾ ലച്ചുവിനെ ആയിരുന്നു. ഹായ്. നിധി കണ്ടപ്പോ നാട്ടിലെത്തിയേ? ഇന്നലെ രാത്രി. ഹായ്, ഞാൻ കണ്ണൻ ബാലൻ. ആ എടാ ഞങ്ങൾ പോവാ. നീ വരുന്നോ? ഞാൻ എത്തിക്കോളാം, നീ നോക്കൂ. എത്തില്ലേ? ആടെ വന്നോളാം ബുക്കും. ശരി ശരി ബാല, പിന്നെ കാണാം. ആ ശരി. കാനഡ നിക്ക് നിക്ക്, ഞാൻ വരുവാ. നീ നമ്മടാ? അത് ഏട്ടാ ഞാൻ ലേറ്റ് ആയി. ഇനിയിപ്പോ ബസ് അതിന് കുറെ ലേറ്റ് ആവും. ശരി. അങ്ങനെ കുറെ നേരത്തെ വർത്തമാനത്തിന് ശേഷം ബാലൻ ശിവ ഒരുപാട് ഇഷ്ടപ്പെട്ടു. തന്റെ പെങ്ങളുടെ സെലക്ഷൻ ഒട്ടും മോശമായില്ല എന്ന് അവന് മനസ്സിലായി. ഉണ്ടല്ലോ പിരിത്ത് வைத்தல் நியாயம் இல்லை பிரித்து பார்த்தால் பொருளும் இல்லை രണ്ടല്ലോ. ആയേട്ടാ എന്താ ശിവ, നീ പുറത്തേക്ക് പോയില്ലേ? അതെച്ചാ ഇതാരെ വിളിച്ചു? അച്ഛാ ഇതെന്റെ ഏട്ടൻ. ആര്? ബാലനോ? ആ അവനിപ്പോ ചെന്നൈ എത്തി. ഇന്നലെ രാത്രി എത്തിയുള്ളൂ. തന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു. ഭാര്യ എന്ത്? ആള് വീട്ടിലുണ്ട്. അവിടെ ഇരിക്കും. പാറും പിള്ളേർ കഴിക്കാൻ കൊടുക്ക. ആയേട്ടാ. ശിവ നീ അവിടുത്തെ കഴിഞ്ഞ ഒന്ന് മുറിയിലേക്കോ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആച്ചാ ഞാൻ വരാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ലക്ഷ്മി പറയുന്നത് പോലെ അവളുടെ തരത്തിലുള്ള ഇഷ്ടം ശിവയ്ക്ക് തിരിച്ചുള്ളതായി ബാലന് തോന്നിയില്ല. അവനത് അവളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അവളോട് ചോദിച്ചപ്പോഴും അവളുടെ മറുപടി ഇതായിരുന്നു. നീ ശിവേനെ സ്നേഹിക്കുന്നത് ശരി, ശിവേനെ തിരിച്ചു തന്നെ ഇഷ്ടമാണ്. ബാലട അത് അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം നിനക്കില്ല അല്ലേ? ബാലൻ അത് അനുവിനെ അറിയിച്ചു. കാരണം ഈ ഇടയായിട്ട് ലക്ഷ്മിക്ക് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്. അവളാണെങ്കിൽ അതെല്ലാം ശിവയുടെ പേരുമാരെ മുടക്കിക്കൊണ്ടേയിരുന്നു. ഇതറിഞ്ഞ പാടി അതിന് ഒന്ന് മാത്രമേ ബാലനോട് പറഞ്ഞുള്ളൂ. ബാലേട്ട മതി അവളുടെ താല്പര്യത്തിന് തുള്ളിയത്. എത്ര നാളെന്നും പറഞ്ഞോളാം ശിവേണ്ട അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഇപ്പൊ വന്നിരിക്കുന്നത് എന്തായാലും നല്ലൊരു ആലോചനയാണ്. വെറുതെ അവളുടെ നല്ലൊരു ഭാവി ഇല്ലാണ്ടാക്കണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരാഴ്ചകൾക്ക് ശേഷം ലക്ഷ്മി വിവാഹം നിശ്ചയിച്ചു. അവളത് അറിയിക്കാനായി ശിവയുടെ വീട്ടിലെത്തി. എന്റെ വിവാഹം നിശ്ചയിച്ചു. ആ ഞാൻ അറിഞ്ഞു. എന്നോട് ബാലൻ പറഞ്ഞിരുന്നു. എങ്ങനെ ഉണ്ടാവും? നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്റെ ഇഷ്ടം നോക്കിയിട്ടല്ലോ. ആഗ്രഹിക്കുന്നല്ലേ നമുക്ക് എന്നെ കിട്ടണമെന്ന്. വാശി പിടിക്കാൻ വെച്ചു. വാശിയല്ല ശിവേട്ടാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതിന്റെ ആഴം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരണം. എന്നെ പോലെ നിങ്ങളോട് പ്രണയിക്കണം. പക്ഷേ നിങ്ങൾക്ക് തോന്നിയ പ്രണയം ആ കുട്ടിക്ക് തിരിച്ചില്ലെന്ന് തോന്നിയ അന്നേ നിങ്ങൾക്ക് എന്റെ വേദന മനസ്സിലാവും. ലക്ഷ്മി ഹേയ് ഞാൻ വെറുതെ. ശരിയെന്നാ പോട്ടെ, എനിക്ക് നിലത്ത് പോയിട്ട് പാറുമ്മനോട് പറയാം. അങ്ങനെ അതിഗംഭീരമായി തന്നെ അവളുടെ കല്യാണവും നടത്തി. അന്നാണ് അവർ ആദ്യമായി അവളെ കാണുന്നത്. ഉള്ളം തുള്ളി തുളുമ്പുവി കള്ളക്കണ്ണനൊരു തന്റെ കണ്ണു പൊത്തി കളിക്കാൻ ഓടിവാ. കണ്ണാടി ചില്ലുത്ത പെണ്ണാളല്ലേ, ഒന്നാഴി മുല്ലപ്പൂ മുട്ടാണല്ലേ, നെല്ലോലത്തെല്ലിന്റെ നെയ്യാണല്ലേ, എല്ലാം ഈ ചെക്കന്റെ സ്വത്താണല്ലേ. പിന്നെ പെണ്ണേ നിൻ കല്യാണമാ, പൊന്നും മിന്നും നിൻ കണ്ണാരമാ, മണിമാരനാരുമായില്ലേ മണവാള
ചിലമ്പിടെ മുത്തുകുരുത്തെടുക്കാൻ കൂടെ വാ. ശിവേട്ടാ അമ്പലത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ അങ്ങനെ പോകുന്നുണ്ടോ? ഈ തിരക്കിന്ന് എങ്ങനെ ഞാൻ അതൊരു കാര്യം ചെയ്യും, ഞാൻ പോകണം. ശിവേട്ടനോടത്തെ കാര്യം നോക്കാം. കണ്ണാടി ചില്ലുത്ത പെണ്ണാളല്ലേ, നാഴി മുല്ലപ്പൂ മുട്ടാണല്ലേ. ശിവേട്ടാ ബല യഥാർത്ഥ കാര്യങ്ങളൊക്കെ മണിയറ ശരിയാക്കണ്ടേ? ഞാനത് പറയാൻ വരുമായിരുന്നു. അതവിടെ ബാലേട്ടാ പെണ്ണേ പെണ്ണേ നിൻ കല്യാണമാ, പൊന്നും മിന്നും നിൻ കണ്ണാരമായി, മണിമാരനാരുമയിലേ മണവാട്ടിയായ വേലി, മഴതോല് കൊണ്ടു താലി മിഴിയിൽ പിടഞ്ഞു പേലി. ഭൂമി ഇനി നീ പോയല്ലേ? ഞാൻ എത്തിയുള്ളൂ, ട്രെയിൻ മിസ്സായി. അതെങ്ങനെ? നിങ്ങൾ നേരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ? അത് വരുന്ന വഴിക്കൂടെ ബ്ലോക്കായി, അതാ. ഭൂമി അനുചി നീ ഇപ്പോഴാണോ വരുന്നേ? കല്യാണം കഴിഞ്ഞ പിന്നെ വീട്ടിൽ പോയി. അവിടെ തന്നെ കഴിഞ്ഞ ഇങ്ങോട്ട് തന്നെ വരുന്നേ? ഇവിടെ ഇനിയും പരിപാടി ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് എല്ലാം മടക്കിയപ്പോഴാണ് വരുന്നേ, എന്നിട്ട് ഇനിയും പരിപാടി ഉണ്ട് അത്ര. ഒന്ന് അടങ്ങണ്ട അനുചി. ബാലേട്ടാ പിന്നെ അമ്മ വീട്ടിലുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ പോയി കണ്ടിരുന്നു. നീ വാ. ഞങ്ങൾ വാ, അവിടെ മണിയറ ശരിയാക്കാൻ പോവാ. നീ ചെക്കൻ്റെ സ്വത്താണല്ലേ, പെണ്ണേ പെണ്ണേ നിൻ കല്യാണമാ. ആ കല്യാണം വീടായിരുന്നു അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. അച്ചായ സൗന്ദര്യത്തിൽ നിന്ന് ഭൂമിയെ അവിടെ വന്നിരുന്നവരെല്ലാരും ശ്രദ്ധിച്ചിരുന്നു. തന്റെ സുഹൃത്ത് പറഞ്ഞ പ്രകാരം ശിവാനി അവളുടെ അടുത്തേക്ക് സംസാരിക്കാനായി എത്തി. പെട്ടെന്നാണ് അവളുടെ അച്ഛൻ അവളെ അടിച്ചത്. അവരെല്ലാരും ഒന്ന് ഞെട്ടി, കൂടെ ശിവയും. അച്ഛാ എന്താ ചെയ്യുന്നത്? ശിവ, നീ ഇതിലിടപെടണ്ട. ഇതെന്തുവാണെന്ന് എനിക്കറിയാം. തോന്നിയാസം കാണിച്ച അച്ഛനായാലും കൊച്ചച്ഛനായാലും ഞാൻ ചോദിക്കും, എന്തിനാ ഇപ്പോൾ അടിച്ചേ? എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം എന്റെ മുന്നിൽ വെച്ച് ഇവളോട് സംസാരിക്കാൻ? അതിന് ഇവൾ ആരാന്നറിയോ ശിവ നിനക്ക്? ഇവളുടെ അമ്മ ആരാന്നറിയോ? അമ്പലത്തിൽ ഊട്ടുപുരയിലെ പായസം വെക്കാൻ പറ്റുന്ന ഒരു അമ്മൂറ്റമ്മയുണ്ട്, അറിയില്ല നിനക്കൊക്കെ? അവർക്കൊരു ഭ്രാന്തിയായ മോളുണ്ട്. അവരിൽ നിന്ന് പിഴച്ചുണ്ടായവളാ അവള്. ഏതൊരുത്തിനോട് കിടന്ന് പിഴച്ചു പറ്റതാ ഇവളുടെ അമ്മ. അച്ഛാ അത് കേട്ടപാടി ഭൂമിയുടെ തലതാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാരും അവളെ തന്നെയാണ് ഉറ്റുനോക്കുന്നതെന്ന് മനസ്സിലായപ്പോ ഭൂമി അടന്നു പോയി. അന്ന് രാത്രി ശിവക്ക് ഉറക്കമേ വന്നില്ല. അവൻ മറിഞ്ഞു തിരിഞ്ഞെല്ലാം ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഫലം ഉണ്ടായില്ല. അങ്ങനെ അവൻ എല്ലാ ദിവസത്തെയും പോലെ ആരോടും പറയാതെ അന്ന് രാത്രി കുളക്കടവിലെത്തി. അവിടെ എല്ലാം നല്ല ഇരുട്ടാണ്. എങ്കിലും നിലാവിന്റെ വെളിച്ചത്തിൽ ചുറ്റുപാടെല്ലാം ചെറുതായി കാണാം. അവൻ അമ്പലക്കുളത്തിലെ പടികളിലായി വന്നു കിടന്നു. നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി കിടക്കവേ അവന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞുപോയി. അപ്പോഴാണ് കുറച്ച് നീങ്ങിയൊരു സ്ത്രീ ശബ്ദം. ദേവി, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്റെ അമ്മ അവളൊരു ഭ്രാന്തിയായി പോകണ്ടല്ലേ അതിന് വാക്കാരും കേൾക്കാത്ത. ഇല്ലെങ്കിൽ എനിക്കും ഒന്നൊരു അച്ഛനുണ്ടായാനെ. ഇപ്പൊ നോക്ക്, അച്ഛനും ഇല്ല, പേച്ചു മറ്റവളുടെ മകളെന്ന പേരും, അതിന്റെ കൂടെ ഭ്രാന്തി കുടുംബം പദവിയും. എന്താല്ലേ, ശരിക്കും ഇവിടെയുള്ളവർക്ക് മനുഷ്യര് തന്നെയാണോ? അല്ലെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാൻ പറ്റുമെന്ന്. നിനക്ക് ഇവരൊക്കെ തന്നെയല്ലേ ഇഷ്ടം? നമ്മള് പാവങ്ങള് മര്യാദക്കൊരു വഴിപാട് ചെയ്യാനുള്ള കാശുകൾ എന്റെ കയ്യിലില്ല. അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നീ ഇവരെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കില്ലായിരുന്നു. ആര് പറഞ്ഞു ദൈവങ്ങൾക്ക് ഇവരെയൊക്കെയാണ് ഇഷ്ടമെന്ന്? എനിക്കറിയാം, നീ പറയൊന്നും വേണ്ട. അതാരാ? ഞാനാരേലും ആവട്ടെ. അല്ല, താൻ എന്ത് നട്ട് പതിരക്കി കുളക്കടവില്? ശിവേട്ടാ. ആഹാ, എന്റെ പേരെങ്ങനെ അറിയാം? അത് ബാലേട്ടൻ. ഓ. അവരിങ്ങനെ കുറെ നേരം സംസാരിച്ചു. പിറ്റേന്ന് രാവിലെ ശിവാനി അവന്റെ ഡോറി തട്ടി ഒരുപാട് വിളിച്ചു. അവൻ എഴുന്നേറ്റതേ ഇല്ല. അതുകൊണ്ട് അവൾ അന്ന് അമ്പലത്തിലും പോയില്ല. കുറെ നേരം കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോ ശിവ എഴുന്നേറ്റ് വന്നു. അതവിടെയുള്ള എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇക്കണ്ട കൊല്ലത്തിനടുക്ക് ആദ്യമായിട്ടാണ് ശിവ ഇത്രയും നേരം വൈകി എഴുന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അന്ന് അമ്പലത്തിൽ പോകാനോ കുളക്കടവിൽ പോയി കുളിക്കാനോ സാധിച്ചില്ല. അവൻ എഴുന്നേറ്റ് കൂടി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി നേരത്തെ കറങ്ങി. അമ്മ അവന് പിന്നാലെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൻ അതിനൊന്നും മറുപടിയോ കൊടുക്കുന്നില്ല. ശിവ, നീ ഇത് ഇത്ര നേരം വൈകി എഴുന്നേറ്റ് അച്ഛൻ തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്താ പറ്റിയേ? ഒന്ന് വെറുതെ ചെയ്യാമ എന്നും പറഞ്ഞ് അവൻ ബൈക്ക് കൊടുത്ത് പുറത്തേക്ക് പോയി. പാർട്ടി ഓഫീസിൽ പോകുന്ന വഴി അമ്പലത്തിൽ നിന്ന് ചെറിയൊരു പുതിയ ഇറങ്ങി വന്ന ഭൂമി അവൻ കണ്ടിരുന്നു. അവള് പോകുന്നതിന് പിന്നാലെ അവൻ വണ്ടിയായി എത്തി. ഇന്നിന്റെ അമ്പലത്തിൽ കണ്ടില്ല. ഇന്നലെ വൈകിയല്ലേ കിടന്നത്, അതാണ് ഉറങ്ങിപ്പോയി. താനിപ്പോ എത്തി, തനിക്ക് ഉറക്കമൊന്നുമില്ലേ? ഇല്ല, ഞാൻ ഒരു 5 മണിയായപ്പോ തന്നെ എത്തി. അമ്പലത്തിൽ പൈസ വെക്കണ്ടേ? ഓ, അല്ല അമ്മൂട്ടിയും എന്തേ? അമ്മമ്മക്ക് വയ്യ, നടുവേദന. ഓ. അപ്പോഴാണ് അവിടേക്ക് കണ്ണം വരുന്നവൾ കണ്ടത്. അയ്യോ, അവര് വരുന്നുണ്ട്, പൊക്കോ. എന്തിന്? ഓ പ്ലീസ്. കണ്ണം നടന്നു വരുന്ന വഴി ഒരു സംശയഭാഗത്തോട് ഭൂമി അടിമുടി നോക്കിക്കൊണ്ട് ശിവന് വണ്ടിയുടെ പിന്നാലെ കയറി. നീ എന്താണ് ഇവളുടെ കൂടെ? ഏയ്, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോയിരുന്നു. അപ്പോഴാ കുട്ടി കണ്ടേ. അല്ല, എനിക്ക് തരാനുണ്ടാവും കുറച്ച് പൈസ. അത് ഇത് ഞാൻ അമ്മക്ക് കൊണ്ടുപോകുന്നതാ. അത് കേട്ടതും അവന് പിന്നെ വാങ്ങാൻ തോന്നിയില്ല. ശരിയെന്നാ, പോട്ടെ. അവരുടെ സംഭാഷണത്തിനിടയിലെല്ലാം കണ്ണൻ അവരെ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു.
പോകുന്ന വഴി കണ്ണൻ അത് പറഞ്ഞ് ഒരുപാട് അവനെ കളിയാക്കി. കണ്ണൻ പറയുന്നതൊന്നും ശിവന്റെ രോമത്തിനെ കൊള്ളുന്ന ഭാവത്തിലായിരുന്നു അവന്റെ ബുക്ക്. അന്ന് രാത്രി അവൻ വീണ്ടും കുളക്കടവിലെത്തി. പ്രതീക്ഷ പോലെ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ വന്ന പാടി കുളക്കടവിലുള്ള സിമന്റ് തറയിൽ സ്ഥാനം ഉറപ്പിച്ചു. അവൾ വന്ന് അതിന്റെ മറുവശത്ത് വരും. പിന്നീട് അവൻ അവളുടെ സ്റ്റഡീസിനെ പറ്റിയും ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയൊക്കെ അവളോട് തിരക്കി. പിറ്റേന്ന് ഇന്നും ശിവ എഴുന്നേക്കാൻ വൈകാലോ എന്ന് പേടിച്ച് അവൻ അലാറം നേരത്തെ സെറ്റ് ചെയ്തിരുന്നു. അലാറം വെച്ചതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവന് കൃത്യസമയത്ത് അമ്പലത്തിൽ എത്താനും സാധിച്ചു. കൂടെ പതിവ് പോലെ ശിവാനിയും ഉണ്ടായിരുന്നു. അമ്പലത്തിലെത്തിയപാടെ അവന്റെ കണ്ണ് നേരെ കൂട്ടുപേരിലേക്ക് നീണ്ടു. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ അതിനകത്തുണ്ടായിരുന്നു. ദേവനുള്ള നേർച്ച പായസം പൂജിക്കാനായി ശാന്തി ഒരു ചെറിയ ഊട്ടുരുളിയുമായി അകത്തേക്ക് കയറി. കുറച്ചു കഴിഞ്ഞ് അതിൽ നിറച്ച പായസവുമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അവൾ പോയതിന് പിന്നാലെ അവളും അതിനകത്തുനിന്ന് ഇറങ്ങി. നടയടച്ച് പ്രാർത്ഥന തുടങ്ങിയപ്പോ തൊട്ട് എല്ലാരും നട തുറക്കുന്നത് കാണാനായി മുന്നോട്ട് കയറി കാത്തുനിന്നു. അവളാണെങ്കിൽ ആരെയും സ്പർശിക്കാതെ ആരുമായി ഒരു ബന്ധമില്ലാത്തതുപോലെ ഒരു മൂലക്കിലേക്ക് മാറി നിന്നു. ഇതെല്ലാം ശിവ പിന്നിൽ നിന്ന് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പൂജ അകത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാരും കൈകൾ കുപ്പി. പൂജകളെല്ലാം അവസാനിച്ച് നട തുറക്കാൻ നേരായപ്പോ കീശാന്തി ഒരു മണി മുഴക്കി. അത് കേട്ടതും അവൾ അവിടേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ അവളുടെ കണ്ണുകൾ പതിച്ചത് നേരെ അവനിലാണ്. അവൾ അവനെ നോക്കി മെല്ലെ വന്ന് പൂജിച്ചു. അവന് കുറച്ചു നേരങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ മണി മുഴങ്ങി. എല്ലാവരും ഓം നമ ശിവായ എന്ന് ഒച്ചത്തി പ്രാർത്ഥിക്കുകയാണ്. പൊക്കം കുറവായതുകൊണ്ട് തന്നെ അവൾക്ക് ആ വാതിലല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവൾ നേരെ അവനെ നോക്കി. മുന്നിലേക്ക് കയറി നിൽക്കാൻ അവൻ അവളോട് കൈകൊണ്ട് കാണിച്ചു. അവൾ ഇല്ല എന്ന് തലയാട്ടി. വീണ്ടും പറഞ്ഞു. ഇല്ല എന്ന് അവള് വീണ്ടും തലയാട്ടി. അത് കണ്ടതും ശിവയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അവൻ അടുത്ത് നിന്ന് ശിവാനിയോടായി അവളെ പിടിച്ച് നടുക്ക് കയറ്റി നിർത്താൻ ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ മണിക്ക് മുന്നേ ശിവാനി ഓടിച്ചെന്ന് ഭൂമിയെ പിടിച്ച് നടുക്കേക്ക് വലിച്ചു. അവരെല്ലാരും നിന്നും മുന്നിലെത്തി. ആ നാട്ടുകാരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ഭൂമിയുടെ മുഖം ഭയത്താ ചുവന്ന് തീർത്തിരുന്നു. അപ്പോഴാണ് ശിവാനി മോളെ, ഇതാ ഊട്ടുപേരിലെ പെണ്ണല്ലേ? ഇവിടെ ഇപ്പൊ എന്തിനാ നീ ഇതിനിടയിലേക്ക് കയറ്റിയിരുത്തേ? ശിവാനി കൊച്ചാണെന്ന് പറയാം. എന്താ കുട്ടി, നിനക്ക് ബോധമില്ലേ എവിടെ നിക്കണമെന്നും എവിടെ നിക്കണ്ടെന്നും? അശ്രീകരം. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് ഏട്ടൻ പറഞ്ഞിട്ടാ. അപ്പോഴേക്കും മൂന്നാമത്തെ മണി അടിച്ചു. നടുക്ക് നിന്നിരുന്ന ഭൂമി കലങ്ങിയ കണ്ണുകളാൽ പതിയെ പിന്നിലേക്ക് മാറി. അതവനിൽ ഒരുപാട് ദേഷ്യം ഉണ്ടാക്കി. എല്ലാവരും പ്രതിഷ്ഠയെ തൊടുമ്പോ അവന്റെ കണ്ണുകൾ മാത്രം അവൾ ഇമ വെട്ടാതെ നോക്കി. അവൻ അവളെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കാനേ നിന്നില്ല. പൂജ കഴിഞ്ഞിറങ്ങിയ ശാന്തി എല്ലാവർക്കും കുറച്ചീച്ചയായി നിറച്ച് പൈസ കൊടുത്തു തുടങ്ങി. അവരത് കുടിക്കുന്നതിനിടെ ശിവ ഉച്ചത്തിൽ ചോദിച്ചു. ഊട്ടുപേരിലെ പെണ്ണിന് ദേവനെ തൊഴാൻ മുന്നേ കയറിക്കൂടാ? നിങ്ങളുടെ എല്ലാം കൂടെ ചേർന്ന് നിന്നൂടാ? അങ്ങനെ ചെയ്തു പോയാൽ അത് അശ്രീകരം. അവളുടെ പായസം വാങ്ങി കുടിക്കുമ്പോ നിങ്ങൾക്കല്ലേ അശ്രീകരമില്ലേ? എല്ലാരും അവനെ തന്നെ നോക്കി. മുടങ്ങാതെ രാവിലെ എന്റെ കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ വന്നാലോ തൊള്ള കയറി പ്രാർത്ഥിച്ചാലോ അവർ നിങ്ങൾ പ്രാർത്ഥന കഴിക്കില്ല. അതിനെ മനസ്സിൽ കൂടെ നന്മ വേണം. ഞാനിപ്പോ പറഞ്ഞ നന്മയെ ഇവിടെ നിൽക്കുന്ന മറ്റാരേക്കാൾ കൂടുതൽ ആ കുട്ടിക്കുണ്ട്. ഒന്നില്ലെങ്കിലും അവളുടെ കൈപ്പുണ്യാണ് ഇവിടുത്തെ ദേവന്മാരുടെ രാവിലത്തെ ഭോജനം. ഈ നിമിഷം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇവിടെ നിൽക്കുന്ന മറ്റാരേക്കാളും ഈ ദേവനും ദേവിക്കും ഇഷ്ടം ഈ കുട്ടിയായിരിക്കും. അതോർത്താ നന്ന്. എന്നും പറഞ്ഞ് പ്രസാദം പോലും വാങ്ങാതെ അവൻ അവിടെ നിന്ന് മടങ്ങി. അന്നത്തെ ദിവസം വീട്ടിലെത്തിയ അവന്റെ നെറ്റിയില് ചന്ദനക്കുറി ആരും തന്നെ കണ്ടില്ല. ചെന്നു കയറിയപാടെ അവൻ ഷർട്ട് ഒരു കട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടു. രാവിലെ കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ പോകുമ്പോ തിരിച്ചു വരാൻ നേരം അവന്റെ ഷർട്ടിന് ഒരു മണമുണ്ടാവും. കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും എല്ലാം കൂടി ചേർന്നൊരു മണം. വീട്ടിൽ വന്ന് കയറി അവൻ ഒന്ന് മണക്കും. ആ ഷർട്ട് ഇട്ടാണ് അവൻ എല്ലാ ദിവസവും അവിടെ എല്ലാം ചുറ്റുക. പക്ഷെ അന്നത്തെ ദിവസം അവൻ ആ ഷർട്ട് മണത്തതുമില്ല, അന്ന് ആ ഷർട്ട് ഇട്ടതുമില്ല. അന്ന് രാത്രി കൊളക്കടവില്. തനിക്ക് വിഷമമായോ? പക്ഷെ ശിവൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എല്ലാവർക്കും എന്തോ പോലെയായി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണം ഭൂമി. ഞാൻ പറയും അതെവിടെയായാലും. അവളൊന്ന് മെല്ലെ ചിരിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ 4 ആഴ്ചയ്ക്ക് ശേഷം ലക്ഷ്മി ശിവയെ വിളിച്ചിരുന്നു. അവള് പ്രഗ്നന്റ് ആണെന്ന് പറയാം. ശിവക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. കൂടുതൽ ഒരുപാട് സന്തോഷവും. അവൻ അവളെ കാണാൻ ചെല്ലാതെ വാക്കുകൊടുത്ത് കോള് കട്ട് ചെയ്തു. പിന്നാലെ 1 മാസത്തിന് ശേഷം ശിവാനിക്ക് ഒരു കല്യാണാലോചന വന്നു. അവരത് ഏകദേശം ഉറപ്പിച്ച മട്ട. ചെറുക്കളപ്പയ്ക്ക് അന്വേഷിച്ചപ്പോ നല്ലത് കേട്ടുകൊണ്ട് തന്നെ ശിവ അതിന് എതിർപ്പ് പറഞ്ഞില്ല. ഇതിനിടയിലല്ല എല്ലാ ദിവസവും രാത്രി ഭൂമിയുടെ ശിവയുടെ സംസാരം തകൃതിയായി നടക്കുന്നുണ്ട്. വീണ്ടും 1 മാസത്തിന് ശേഷം ശിവാനിയുടെ കല്യാണവും വന്നു. 2 ആംഗ്ലമാരും കൂടി ചേർന്ന് അത് നല്ല ഭംഗിയായി നടത്തിക്കൊടുത്തു. കല്യാണത്തിന്റെ സമയത്ത് ശിവാനി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് പഠിപ്പെല്ലാം പൂർത്തിയാക്കി ഒരു ജോലി കിട്ടിയതിനു ശേഷം മാത്രമേ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരാൻ പറ്റുള്ളൂ. അത് അവർക്കും സമ്മതം. ലക്ഷ്മി ശിവാനി എല്ലാം പോയതിനു ശേഷം വീട് ഒഴിഞ്ഞതുപോലെയായി. പിന്നീട് അവനായിട്ടത്തിൽ മാത്രമായി സംസാരം. ശിവാനിയുടെ ഒച്ചപ്പാടും ബഹളമില്ല, ലക്ഷ്മിയുടെ അടുക്കുള്ള വരവില്ല, ഒന്നുമില്ലാതായി. എങ്കിലും അവനൊരാശ്വാസം ഭൂമിയായിരുന്നു. രാത്രി മാത്രം കാണുന്ന അവളുടെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങൾ അവന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അവൻ ഒരു ദിവസം രാത്രി ശിവന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
ഭൂമി, ആ എനിക്ക് നിന്റെ അമ്മയൊന്നും കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഞാൻ നാളെ വീട്ടിലേക്ക് വരട്ടെ. അയ്യോ വീട്ടിലേക്കോ? അതൊന്നും വേണ്ട. അതെന്താ? ഒന്ന് പോഷി വേണ്ട. എനിക്ക് നാട്ടിലെ കാലം വല്ല അറിയാലോ. വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ. എന്ത് പ്രശ്നം? ഞാൻ നിന്റെ അമ്മേനെ കാണാനല്ലോ വരുന്നേ. എന്നാലത് വേണ്ട. വേണം, ഞാൻ നാളെ വരും. നാളെയോ? ആ ആ, നാളെ എപ്പോ? നാളെ എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. ഒരു വൈകുന്നേരം ആകുമ്പോ വരാം. അമ്മൂട്ടിയമ്മ ഉണ്ടാവില്ല വീട്ടില്? ആ അമ്മമ്മ ഉണ്ടാവും. ഓ, ആ, ഞാൻ പിന്നെ അവിടെ തന്നെ ആണല്ലോ. പിന്നെ നിങ്ങളുടെ വീട് പോലെ അത്ര വലിയ വീടൊന്നുമല്ല, സൗകര്യങ്ങളും ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും ചെറുതിനും വലുതിലൊക്കെ എന്തിരിക്കുന്നു. എന്നാ പോരെ. ആ വന്നോ? അമ്മൂട്ടിയമ്മ എന്ത്? അമ്മമ്മ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ശിവയുടെ വരുന്ന കാര്യം ഞാൻ അമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ പറഞ്ഞു പോയാ എന്നെ ഒരുപാട് വഴക്ക് പറയും. ഞാൻ വിചാരിച്ചു അപ്പൊ വരുമ്പോ കണ്ടേന്നു. എന്നിട്ട് എവിടെ? ഇവിടെ ഇല്ല, കുറെ നേരം അപ്പുറത്ത് വീട്ടിൽ പോയിട്ട്. ഓ, അമ്മ അകത്തുണ്ട്. വാ. അവൻ അകത്തേക്ക് ക്ഷണിച്ചു. വീട് ചെറുതായോണ്ട് തന്നെ അവൻ തല കുറിച്ചാണ് അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയ വഴി ഒരു മുറിയെന്ന് ചങ്ങലയുടെ ഒച്ച മാത്രം കേൾക്കാം. അവൻ അവിടേക്ക് തന്നെ നോക്കി. അവിടെയാ അമ്മ. വാ. അവൻ ആ മുറിയെ ലക്ഷ്യം വെച്ച് നടന്നു. പിന്നാലെ അവനും. അതെ, അമ്മയുടെ അടുത്തേക്കൊന്നും പോകാൻ നിൽക്കണ്ട. അമ്മ ചില നേരത്തെ ഉപദ്രവിക്കും. അവനൊന്നും മിണ്ടിയില്ല. അവൾ ആ വാതിലിൽ മെല്ലെ തുറന്നു. വാതിൽ തുറന്നപ്പോ അകത്ത് നിന്നൊരൊച്ച. അമ്മേ. അമ്മയല്ല, ഞാൻ. മിണ്ടില്ലേ? അമ്മക്ക് പുറത്തുള്ളവരെ കണ്ട് അമ്മ പെട്ടെന്ന് പേടിക്കും. ഓ, ഞാനൊന്ന് അടുത്തേക്ക് പോയിക്കോട്ടെ? അയ്യോ അത് വേണ്ട. പ്ലീസ് ഭൂമി. ശിവേട്ട, ഞാൻ പറയുന്നൊന്ന്. ഏയ്, ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല. ശിവേട്ട. അവനൊന്നും മിണ്ടാതെ അവന്റെ അടുത്തായി പോയിരുന്നു. അവന്റെ കൈകളെ അവന്റെ കാലിൽ വലിഞ്ഞു മറിക്കിയ ചങ്ങലയിൽ ഒന്ന് തലോടി. പെട്ടെന്നാണ് അവളുടെ അമ്മ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അമ്മേ. അവൻ ചുണ്ടി വെള്ളി വെച്ചുകൊണ്ട് ഭൂമിയുടെ മിണ്ടല്ലേന്ന് കാണിച്ചു. അവളും പെട്ടെന്ന് നിശബ്ദയായി. അപ്പോഴാണ് അമ്മയുടെ കൈകൾ മെല്ലെ അവന്റെ കൈകളെ തലോടാൻ തുടങ്ങിയത്. അതുകൊണ്ടതും അവൻ അടഞ്ഞ ശബ്ദത്തിൽ അവരെ വിളിച്ചു. വസുന്ധരാമ. അവന്റെ കൈ കടന്നിരുന്ന സിംഹത്തിന് മുകളിലുള്ള വളയെ പിടിച്ചുകൊണ്ട് വസുന്ധര പറഞ്ഞു. വസുന്ധരയല്ല, വസു. നിങ്ങളുടെ വസു. അത് കേട്ടതും അവരിരുവരും മുഖത്തോട് നോക്കി. ആ മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ അവർക്ക് അവന്റെ ഷർട്ടും വളയും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അവരവന്റെ മേത്തെല്ലാം തലോടി. എന്നിട്ട് എവിടെയായിരുന്നു ഇത്ര നാളും? ഞാൻ ഇത്ര കാത്തിരുന്നു അറിയോ? നമ്മളെ കുഞ്ഞിനെ കണ്ടു. അവളിവിടെയൊക്കെ? ഇല്ല, അവൾ പഠിക്കാൻ പോയി. ഇല്ലല്ലോ, അമ്മ പറഞ്ഞു അവൾ വലിയ കുട്ടിയായിരുന്നു. വലിയ കുട്ടിയായി. അവിടെ എനിക്ക് രാവിലെ ഭക്ഷണം തന്നെ. നിങ്ങൾ കണ്ടോ? ഭൂമി. ഭൂമി. അമ്മേ. ഭൂമിയാണോ? ഭൂമി. ഇത് നോക്ക്. എന്താ അമ്മേ? ദിമാനെ, അച്ഛൻ കണ്ടോ? ഇതാ അച്ഛൻ. നോക്ക്, അവള് വളരെ വലിയ കുട്ടിയായി. ഞാൻ നിങ്ങളോട് അമ്മയെ പറഞ്ഞില്ലായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ കാര്യം സംബന്ധിച്ചില്ലെങ്കിലും അവളെ ഞാൻ വളർത്തി വലിയ കുട്ടിയാക്കുന്നു. ഇപ്പൊ എനിക്ക് ഭ്രാന്താണെങ്കിൽ എന്താ? എന്റെ കുഞ്ഞ് അവളതെല്ലാം കേട്ടിട്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവുന്നേ ഇല്ല. പക്ഷെ ഭാവക്കാരുള്ളവരുടെ സംസാരം കാരണം അവൻ അവരുടെ തലയിൽ തലോടി. ഇത്ര നാളായി എന്നിങ്ങനെ തലോടിയിട്ട്. അന്ന് അവസാനം കണ്ടപ്പോ നീ പറഞ്ഞല്ലേ നമുക്ക് കല്യാണം കഴിക്കാന്ന്. എന്നിട്ട് നിങ്ങളെന്താ എന്നെ കല്യാണം കഴിക്കാഞ്ഞ്? അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. വസുന്ധര നേരത്തെ പറഞ്ഞ പോലെ അവനോട് പേര് മാറ്റി വിളിച്ചു. എന്തിനെ പറ്റിയാണെന്നോ? നമ്മള് സ്നേഹിച്ചിരുന്നപ്പോ എന്നോട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് നമ്മള് കൊളക്കടയിൽ വെച്ച് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് വേണ്ടെന്ന്. എന്നിട്ടും പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം എനിക്ക് വയ്യാതായപ്പോ നിങ്ങൾ കണ്ടില്ലേ? അന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ എന്നോട് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കന്ന് ഒരുപാട് സങ്കടമായി. ഞാൻ കുറെ കരഞ്ഞു. ഞാൻ പറഞ്ഞു. ശേഖർ, നിങ്ങളല്ലേ പറഞ്ഞേ? ആ പേര് കേട്ടതും അവരുടെ ഞെട്ടലോടെ അവളെ നോക്കി. ശേഖർ? ആദ്യമായിട്ടെന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ എന്നെ വെച്ച് തമാശ കളിക്കുന്നു. ശേഖരന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടാവില്ല. അല്ലെങ്കിലും ജീവിതത്തിൽ നിന്നല്ലാതെ പോയവളൊക്കെ ആരാ സ്വീകരിക്കാം? നിങ്ങളെ വീട്ടിൽ എന്നെ സ്വീകരിച്ചില്ല, പിന്നെയാണ് വീട്ടുകാരൻ. എനിക്ക് പ്രശ്നമില്ല ശേഖർ. ഈ നാട് മുഴുവൻ തന്നെ എന്റെ ഭ്രാന്തി വിളിച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ നിങ്ങൾ എന്റെ ഭ്രാന്തി വിളിച്ചെന്ന് എന്നോട് അമ്മ പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ മറക്കില്ല. എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല, വെറുക്കാനും പറ്റില്ല. നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്നോട് അമ്മ പറഞ്ഞു നിങ്ങൾ എന്നെ ചതിച്ചാന്ന്. അന്ന് ഞാൻ ഒരുപാട് മാവിട്ട് കരഞ്ഞു. നിങ്ങളെന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞു.
എന്നെ ചതിച്ചില്ലല്ലോ അല്ലേ? ചതിച്ചോന്നൊന്നും പറയരുതിട്ടോ. അങ്ങനെ പറഞ്ഞ നമ്മുടെ മോളുടെ ജന്മം ഈ നാട് മുഴുവൻ പറയുന്ന പോലെ വേഷിട്ടതായി പോയില്ലേ? അന്ന് കൊളക്കടവിൽ വെച്ച് വീണില്ലേ? നിങ്ങളെന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയപ്പോ ഞാൻ നിങ്ങളെ പിന്നാലെ ഓടി വന്നത്, നിങ്ങളെ തള്ളിയിട്ടതും. അതിനുശേഷം എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്ന മറന്നു പോകുന്നു. ഞാൻ നമ്മളെ കുഞ്ഞിനെയൊക്കെ ഉപദ്രവിച്ചു നമ്മ പറഞ്ഞു. അതൊക്കെ എന്തിനാ എനിക്കറിയില്ല. എന്നാലും നിങ്ങളെ എനിക്കിഷ്ട. അന്ന് എന്റെ കയ്യിൽ നിന്ന് കുറെ ചോര പോയോ ശേഖർ? പോയി കാണുമല്ലേ? ഞാൻ പിന്നെ വരാം. ശേഖർ, ഇതെവിടാ പോകുന്നത്? ശേഖർ, അമ്മ മോളെ, അതാണ് എന്റെ അച്ഛൻ. അച്ഛനെ തിരിച്ചു വിളിക്കുക. അച്ഛനെ കഴിക്കാൻ കൊടുക്ക, അല്ലെങ്കിൽ അമ്മ കൊടുക്ക. ഇതൊന്ന് അഴിക്കും മോളെ. അമ്മ അച്ഛനെ തിരിച്ചു വിളിക്കുക. വാ, അമ്മയും കൂടെ വരാം. ഇതൊന്ന് അഴിച്ചതാ. അമ്മ പ്ലീസ് പ്ലീസ് മാ. നിനക്ക് നിന്റെ അച്ഛനെ വേണ്ടേ? അച്ഛൻ പോയാ നീ എന്താ ചെയ്യാ? ഇനി ആൾക്കാരും അറിയില്ല നീ പഴിച്ചു പറ്റാന്ന്. ഞാൻ മരിക്കുന്ന മുമ്പ് എനിക്ക് എല്ലാവരോടും പറയണം. ഇത്ര നാളും ഞാൻ ആരോടും പറയാതെ വെച്ചില്ല. ഇനി ഇവിടെ എനിക്ക് പറയണം. അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കാതെ വസുന്ധര പെട്ടെന്ന് മയങ്ങിപ്പോയി. ഭൂമിക്കറിയാം ഒരുപാട് സങ്കടം കയറുമ്പോ അവര് കുറെ നേരം കരഞ്ഞിട്ട് പിന്നീടൊന്ന് മയങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവരെ ഉണർത്താൻ നിന്നില്ല. അവരെ കട്ടിലിൽ കിടത്തിയതിനു ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി. ശിവ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവന് അവിടെ നടക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എങ്കിലും എന്തൊക്കെയോ മനസ്സിലായി. ഒരുമാതിരി മനസ്സ് മുഴുവൻ കുഴഞ്ഞ അവസ്ഥ. ശിവേട്ടാ, പോയി നിന്റെ അച്ഛൻ ആരാന്ന് ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു പിടിയുണ്ട്. ആരാ? അത് ഞാൻ പറയാം, പക്ഷെ അതെനിക്കൊന്ന് ഉറപ്പിക്കണം. അന്ന് രാത്രി അവൻ കടവിൽ പോയില്ല. അവൾ കുറെ നേരം അവന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അവൻ വന്നതേയില്ല. അതേസമയം അവന്റെ വീട്ടില് അമ്മ എന്താടാ നീ എനിക്ക് കിടക്കുമ്പോ തന്നെ ഉറങ്ങിപ്പോവാണല്ലോ. എന്റെ ഉറക്കം കളഞ്ഞു, നിന്റെ ഉറക്കം പോയി. എന്താ നിനക്ക് പറ്റിയ? അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. ഞാനിനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോ ഈ വീട്ടിലുള്ളവർക്ക് തെറ്റായി തോന്നാം. പക്ഷെ എനിക്ക് എന്റെ ശരികളുണ്ട്. അമ്മയുടെ കൂടെ നിൽക്കില്ലേ? നീ എന്തൊക്കെയാണോ പറയുന്നത്? ഈ വീട്ടില് കൂടെ നിൽക്കോ ഇല്ലയോ? പിന്നെ നിക്കാതെ ഞാൻ വേറെ ആരെ കൊടുക്കാനാ? മതി അമ്മ, എനിക്ക് ആ പാട്ടൊന്ന് പാടിത്തരും. ഏത് പാട്ട്? ആഴക്കടലിന്റെ. പാടാലോ, അതിനിപ്പെന്താ? വെള്ളം തുഴഞ്ഞു പോയാൽ വെള്ളി വിധാനിച്ച വെള്ളാരം കല്ലുള്ള കൊട്ടാരമുറ്റത്തു ചെല്ലാം. കടലമ്മയോടു നീ ചോദിക്കുമൊക്കെയും സമ്മാനമായി തന്നെ വാങ്ങാം. നീ തിരിച്ചിങ്ങോട്ട് പോരേണമെങ്കിലും തീരത്തു കണ്ണാടു വേണം. നിന്നെ മോഹിച്ച പെണ്ണാടു വേണം. എന്താണ് ഒരു കള്ളച്ചിരി? ഈ മനസ്സിലായി എനിക്കത് പറ്റിയോ? ഒന്ന് പോവാ. പിറ്റേന്നോട്ട് അവര് വീണ്ടും കണ്ടു തുടങ്ങി. കുളക്കടയിലെ സംഭാഷണങ്ങൾ കൂടി വന്നു. അവൻ അവളെയും അവൻ അവനെയും ഒരുപാട് മനസ്സിലാക്കി. എന്നാ ആദ്യ ദിവസങ്ങളിൽ ഭൂമിയെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു തിളക്കം ഇന്ന് ശിവേട്ട കണ്ണിലില്ല. അവന് എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ അവൾക്ക് തോന്നി. ശിവേട്ട, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കോ? ഏയ് ഇല്ല. എന്തേ? അല്ല, ഒന്നുമില്ല. അവൾ ഒന്നുമില്ല എന്ന് പറയുമ്പോ എന്താണെന്ന് വീണ്ടും ചോദിച്ചിരുന്ന ശിവയെ അവൾക്ക് ഒരുപാട് മിസ്സായി. അതവളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥയാക്കി. പിന്നെയുള്ള ദിവസങ്ങളെല്ലാം അവളുടെ കൂടെ വന്നിരിക്കുമ്പോ അവൻ വേറെന്തോ ചിന്തയിലാണ്. സംസാരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ സംസാരിക്കുന്നുണ്ട്. എന്നാ ശ്രദ്ധ അവളിലാണെന്ന് ചോദിച്ചാൽ അല്ല. അവന്റെ ഒരു സ്വഭാവമാറ്റം അവളുടെ ഒരുപാട് വേദന ഉണ്ടാക്കി. പിന്നീടുള്ള ദിവസമെല്ലാം അവളുടെ ഉണ്ണിയിലും ഉറക്കത്തിലും എല്ലാം അവന്റെ ചിന്തയായി. അവൻ എന്തുകൊണ്ട് അവളോട് അങ്ങനെ ചെയ്യുന്നു? അവനങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് എന്നിട്ട് വേദനിക്കുന്നു. അവൾ അതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് അവൻ ശിവ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു. അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ്. പക്ഷെങ്കിലും അവരെ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഇതിനുമുമ്പ് അവൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അത് അന്നത്തെ ദിവസം രാത്രി ആരായിരുന്നു കുട്ടി? ഏത് കുട്ടി? ഇന്ന് അമ്പലത്തിന് വിളിച്ചോണ്ടത്. അത് നമ്മുടെ രമേശ്വരമോ? എന്തായിരുന്നു കുട്ടിയായിട്ട്? അവള് പ്ലസ് 2 കഴിഞ്ഞിരിക്കുമല്ലേ. അപ്പോ ഡിഗ്രിക്ക് ചേർന്നതിനെ പറ്റി പറയുമായിരുന്നു. എന്താ അവളുടെ വീട്ടിൽ ആരും ഇല്ല ഇതൊന്നും പറയാൻ? നിങ്ങളോട് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റൂ. അവളുടെ വീട്ടിൽ ആരും ഇല്ല ഇതൊക്കെ പറയാൻ. അതിനിപ്പോ എന്താ? അവൾ 10th കഴിഞ്ഞപ്പോ പ്ലസ് 2 ഏത് സബ്ജക്ട് എടുക്കണമെന്ന് എന്നോടാ ചോദിച്ചത്. സോ പ്ലസ് 2 കഴിഞ്ഞപ്പോഴും എന്റെ അടുത്ത് തന്നെ അഭിപ്രായം ചോദിച്ചു. എന്നുവെച്ചാ എന്താ നിനക്ക് വന്നപ്പോ തൊട്ട് ഒരു മാതിരിയാണല്ലോ. ദശിവേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്ത് ഇഷ്ടമല്ല? ഇങ്ങനെ പെൺകുട്ടികളോട്. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇപ്പൊ ഒരു പെൺകുട്ടിയോട് വേണ്ടിയാ നിനക്കെന്താ? എനിക്കങ്ങനെ പലതും ഉണ്ടാവും. മെണ്ണട പോലെ മെണ്ണട, അത്രേ ഉള്ളൂ. ഭൂമി, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ആണല്ലോ. എന്താണ്? എന്റെ ഊണിൽ ഉറക്കത്തിലും എല്ലാം നിങ്ങളാ. നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തിനെങ്ങനെ തോന്നുന്നു എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഭൂമി, ശിവേട്ടാ, ഞാൻ ഒരുപാട് ചിന്തിച്ചു. എന്റെ അമ്മ ചെയ്ത തെറ്റാണോ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മക്ക് പറ്റിയ പോലെ പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് വിശ്വാസം. എന്റെ അമ്മയാണ് ചതിച്ചെന്ന് വെച്ച്
നിങ്ങൾ എന്നെ ചോദിക്കണമെന്ന് എനിക്കറിയാം. എന്താ നിന്റെ പ്രശ്നം എന്താ? ശിവേട്ട, എനിക്കറിയാം ഞാൻ ഇത് അർഹിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ മരുമകളായിട്ട് വരാനുള്ള ഒരു അർഹത എനിക്കില്ല. എങ്കിലും എനിക്ക് നിങ്ങൾ ഇഷ്ടം. ഭൂമി, ഐ എം സോറി, പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ. ഭൂമി വെയിറ്റ്. നമ്മള് എല്ലാ ദിവസവും കണ്ടുവെന്ന് വെച്ചോ, അടുത്ത് പെരുമാറിയെന്ന് വെച്ചോ, അത് പ്രണയമാവുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ എന്താ? എന്തിനാ എല്ലാ ദിവസവും മടങ്ങാൻ നിങ്ങൾ എന്നെ കാണാൻ വരുന്നത്? ഭൂമി, നിനക്കെന്നെ അറിയാഞ്ഞിട്ടാ. നീ വരുന്നതിന് മുമ്പ് ഞാൻ ഈ കുളക്കടയിൽ വരും, എല്ലാ ദിവസവും വരും. ഇവിടെ വന്ന് കുറച്ചു നേരം കിടന്നില്ലേ എനിക്ക് ഉറക്കം വരില്ല. ഞാനത് വിശ്വസിക്കില്ല. പിന്നെ എല്ലാ ദിവസവും ഒരാൾ വരുമല്ലേ? എല്ലാ ദിവസവും ഒരാൾ വരെ അറിയില്ല, ഞാൻ വരും. അതേ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ശിവേട്ട, കളിക്കല്ലേ? കളിച്ചതല്ലടി, കാര്യം പറഞ്ഞതാ. അത് മതി, ഇന്നത്തെ കൊതി. നീ വിടുപോയെ വെറുതെ സംസാരിച്ച് വഷളാക്കാൻ. അവളെ മനസ്സിലാ വീട്ടിൽ അവൻ അവളുടെ പെട്ടെന്നുള്ള മാറ്റം അവന്റെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നെല്ലാം അവൻ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഇനി അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ, അവൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും ഹോപ്പുണ്ടായോ, അവനതെല്ലാം മാറി മാറി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും തന്നെ അവന്റെ ഭാഗത്തു നിന്നുണ്ടായതായി അവന് തോന്നിയില്ല. പിറ്റേന്ന് രാത്രി, അതേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഒന്ന് വെറുതെ ഇരി ഭൂമി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് എങ്ങനെയാണെങ്കിൽ ഞാൻ നാളത്തോട്ട് വരില്ല കേട്ടോ. ശരിയേട്ടാ, പ്ലീസ്. ഭൂമി, എന്നെ ഇഷ്ടമല്ലാതെ വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? എനിക്ക് ആരെയും ഇഷ്ടമല്ല. പിന്നെ എന്റെ അമ്മ ഭ്രാന്തി ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ പറയുന്ന പോലെ ഒരു പേച്ചുവെട്ടുള്ള മോളായതുകൊണ്ടാണോ? അതോ എന്റെ ജാതി ഓർത്തിട്ടാണോ? നിന്റെ ജാതിയോ നിന്റെ അമ്മയോ നിന്റെ കുടുംബമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. നീ നല്ലൊരു കുട്ടിയാ, നല്ലൊരു ഭാവിയുള്ള കുട്ടിയാ. നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അതിനെപ്പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ചു. എല്ലാം നല്ല കാര്യങ്ങളാ. ഇതൊക്കെ ചെയ്ത് നിനക്കൊരു നിലയിലെത്തണ്ടേ? ഇത്രയൊക്കെ പറയുന്ന ആൾക്കാരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണ്ടേ? വേണം, പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ. ഭൂമി, എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള ഇഷ്ടക്കുറവില്ല. ഇഷ്ടമാണ്. എനിക്കിതുവരെ പെൺകുട്ടികളോടൊന്നും അങ്ങനത്തെ അടുപ്പം തോന്നിയിട്ടില്ല. ഒരു 10-60 വർഷമൊക്കെ ജീവിക്കുമെങ്കിൽ ജീവിതത്തിൽ ആര് പങ്കാളിയെ തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ നിന്നെ പറയും. എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുത്താണ്. എന്തൊക്കെയാ പറയുന്നത്? ജീവിതം ഉണ്ടായിരുന്നെങ്കിലോ? ഇപ്പൊ എന്താ പ്രശ്നം? പറയുന്നിടത്തൊന്നും നാളെ തന്നെ ചത്തുപോകുന്നു. എങ്ങനെ ചത്ത് പോയാലോ? ഒന്ന് വേർതിരിച്ചു കേട്ടാ. എന്തൊക്കെയാ പറയുന്നത്? ഭൂമി, ഈ കാണുന്ന എന്നെ മാത്രമേ നിനക്കറിയൂ. ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാ പിന്നെ അതിനുള്ളത് കാണിക്കും. പക്ഷെ ഞാൻ കണ്ടേ. എടി, അതൊക്കെ നീ അറിയുന്നൊരു സമയം വരും. അന്ന് ചിലപ്പോ ഞാൻ ഈ ഭൂമി ജീവനോട് ഉണ്ടാവില്ല. നിങ്ങളില്ലാണ്ടാവും, ഞാനും ഇല്ലാണ്ടാവും. നീ ഒരു മാതിരി പൈങ്കിളിയാവല്ലേ? പ്രണയം ഭയങ്കരയാണ് മാഷേ. അത് രണ്ടുപേരുടെ ഇടയിൽ വരുമ്പോ നമ്മുടെ ഇടയിൽ എനിക്ക് നിന്നോട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അത് ചുമ്മാ. സത്യം. എന്നാ ശരി, 10-60 ദിവസത്തെ സമയമുണ്ടല്ലോ, ഞാൻ വിളിച്ചോ. പിറ്റേന്ന് രാവിലെ. ശിവ, ആച്ചാ. ഇന്ന് രാത്രി നീ പുറത്തേക്ക് പോയിരുന്നു, പൂജയുണ്ട്. ആ, ഓക്കെ അച്ഛാ. അവളന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോ അവളെ കണ്ട കാര്യം പറഞ്ഞു. അന്ന് രാത്രി വരാൻ പറ്റില്ലെന്നും അവളോട് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും അവളത് അനുസരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അല്ല എന്തിനെന്താ വരാഞ്ഞേ? അതൊരു ആശയം ഉണ്ടായിരുന്നു. എന്താവശ്യം? ഒരു പൂജ ഉണ്ടായിരുന്നു. എന്ത് പൂജയാ? എന്താണ് നിനക്ക് എല്ലാം അറിയണോ? പറഞ്ഞാ കൊള്ളാം. ഇതങ്ങനെ പറയാൻ പറ്റിയ പൂജയല്ല. നീ പറഞ്ഞില്ലേ 10-60 വയസ്സും. ഞാനൊന്ന് നോക്കട്ടെ 60 വയസ്സ് വരെ പിടിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതിപ്പോ തന്നെ മരിച്ചു എന്ന് പറയുന്ന ആൾക്കാർ സംസാരിക്കുന്ന പോലെ. ഭൂമി, ഞാൻ മരിച്ചുപോയാ നിനക്ക് വിഷമാവും? വായന കേൾക്കുവേ. പറയടി. പിന്നെ വിഷമാവാതെ നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ. വിഷമാവാന്ന് ഞാൻ എന്റെ ഭാര്യയോ? ഭാര്യയാക്കിക്കൂടാന്നില്ലല്ലോ. ആക്കിക്കൂടാ, ആക്കിയുമില്ല. ഓ, തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒരുപാട് കടന്നുപോയി. ഒരു ദിവസം. ഹലോ, എന്താണ് പരിപാടി? നിങ്ങൾ പറ്റി മോക്ക് ആകെ പാടിയിരിക്കുന്നു. എന്തു പറ്റി? ശിവേട്ടാ, ഞാൻ നിങ്ങളുടെ ആരാ? നീയോ? നീ എന്റെ കുഞ്ഞി പെങ്ങള്. പെങ്ങളോ? എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? ആ പെങ്ങളെ വേണ്ടായിരുന്നു. പിന്നെ നിന്നെ ഞാൻ എന്ത് വിളിക്കണം? പോടും. അല്ല, നിനക്കെന്താ പറ്റി? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. ഞാൻ എന്റെ ലൈഫില് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ആരുടെ സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കുന്നവരെല്ലാം ഈ കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന് ചോദിക്കാറ്. എന്റെ ജീവിതത്തിൽ ഞാനുള്ള കുഞ്ഞു പോലെ സംസാരിച്ചാടില്ല. അതെല്ലാം നിങ്ങളുടെ അടുത്താ. നിങ്ങക്ക് മടുപ്പ് തോന്നുന്നുണ്ടെന്നെ? മടുപ്പോ? ഒന്ന് കൂടി. എനിഷ്ടമാ. പിന്നെ ഒരുപാട് ഇഷ്ടം. പിന്നെന്താ എന്നെ സ്നേഹിച്ച? ഭൂമി. ഓക്കെ, ഇനി ചോദിക്കാം. ഇന്ന് നിങ്ങളുടെ വീട്ടിലൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആര്? അത് അപ്പുറത്തുള്ള ചേച്ചിയാ. എന്റെ അമ്മമ്മയോട് എന്നെ പറ്റി ഒരുപാട് മോശമായി സംസാരിച്ചു. എന്ത് സംസാരിച്ചു? നമ്മൾ വഴിയിൽ വെച്ച് സംസാരിക്കുന്നതും അമ്പലത്തിൽ വെച്ച് സംസാരിക്കുന്നതൊക്കെ അവര് കണ്ടിട്ടുണ്ട് അത്ര. ഞാൻ നിങ്ങളെ വളച്ചെടുക്കാൻ നോക്കുവാന്നും വലിയ കുടുംബത്തെ കയറിപ്പറ്റാൻ നോക്കുവാന്നൊക്കെ. ആണോ ശിവേട്ടാ? എന്റെ ഭൂമി, അങ്ങനെ ആയിരുന്നേ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വരൂ. ഞാൻ ശരിക്കും മോശം കുട്ടിയാ? നീ നല്ലൊരു പെൺകുട്ടിയാ. ഈ നാട്ടില് ഒരുപക്ഷെ നിന്റെ അമ്മമ്മയെക്കാളും നിന്റെ അമ്മയെക്കാളും എനിക്ക് നിന്നെ അറിയാൻ പറ്റും. ഒരുപക്ഷെ എന്നല്ല, നിങ്ങൾക്കേ അറിയൂ എന്നെ. എന്റെ ദേഷ്യവും വാശിയും കരച്ചിലും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ കേട്ട് നിന്നിട്ടുമുണ്ട്. അതൊക്കെ എന്തിനാ? ഞാൻ ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ ഇതൊക്കെ എന്തിനാ കേട്ടേക്കുന്നത്? കാരണം നീ ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെ.
എന്റെ ശിവാനിക്ക് ശേഷം ഞാനിങ്ങനെ ആരെയും നോക്കിയിരുന്നിട്ടില്ല. അവര് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ വളച്ചെടുക്കാൻ നോക്കുന്ന പോലെ ഉണ്ടല്ലേ. ഞാനൊരു മോശ സ്ത്രീയായിട്ട് തോന്നുന്നില്ലേ? എന്റെ അമ്മയും അങ്ങനെയായി. ഞാനിപ്പോ നിങ്ങളെ എല്ലാ ദിവസവും വരുന്നു, നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നു, നിങ്ങളെ തമാശയായിട്ട് എടുക്കുന്നു. ഞാൻ മോശമാണ് ശിവേട്ടാ. ഏയ് എന്താണ് ഇത്? ഞാൻ കണ്ടതിലും സംസാരിച്ചതിലും വെച്ച് നിന്റെ പോലെ പെൺപിള്ളേര് വളരെ കുറവാ. ചിലപ്പോ ഞാൻ ഇത്രയും ആരുടെ എടുക്കാത്തതുകൊണ്ടായിരിക്കാം. എങ്കിലും നീ ഒരുപാട് വ്യത്യസ്തമാണ് ഒരുപാട് കാര്യങ്ങളിൽ. നിന്റെ പ്രണയം പറയുന്നതായ പോലും നിനക്ക് എന്നോട് തോന്നുന്ന ഇഷ്ടം പറയുന്നതായ പോലും നിനക്ക് നിന്റേതായ രീതികളുണ്ട്. ഭയങ്കര ഡയലോഗുകളില്ല, കരച്ചിലില്ല, വീഴ്ചിലില്ല. നീ ചിരിച്ചു കളിച്ച എന്നോടെല്ലാം പറയാറ്. ഞാനും അതങ്ങനെ തന്നെ എടുക്കും. പക്ഷെ നീ കരയരുത്. നീ കരഞ്ഞ അതെനിക്ക് സഹിക്കില്ല. ശിവ, ആമേ നേരെ ചെറിയ വന്നിട്ടുണ്ട്. വന്നോ? എന്തേ? ഉത്സവമൊക്കെ വരാൻ പോലെ അതായിരിക്കും. ഉം അവൻ നിലത്തേക്ക് ഇറങ്ങി ചെന്നു. ചെറിയച്ഛനും ചെറിയമ്മയും ഭക്ഷണം കഴിക്കുകയാണ്. അവനെ കണ്ടപാടി ചെറിയച്ഛൻ എന്തൊക്കെയോ പറയാനായി അവന്റെ അടുത്തേക്ക് വന്നു. ശിവ, ആ ഞങ്ങൾ മറ്റേ സ്ഥലത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചു അച്ഛനോടെ. എന്നിട്ട് എന്ത് പറഞ്ഞു അച്ഛൻ? ഇതിപ്പോ അതിൽ നിങ്ങൾക്ക് അവകാശം വരുമല്ലോ, അപ്പോ നിങ്ങളുടെ ഒപ്പോടെ വേണ്ടി വരും. ചെറിയച്ച, അതെ, ഈ വീട് പ്ലാൻ ചെയ്യുമ്പോ ഓരോ അവകാശം കൂടി വരും. പുറത്തുനിന്ന്. പുറത്തുനിന്നോ? മനസ്സിലായില്ല. അതൊക്കെയുണ്ട്, വഴി മനസ്സിലായിക്കോളും. ഇവനെന്താ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ? ശിവ, ആ നീ ഇപ്പൊ ഭ്രാന്തിന്റെ മോളായിട്ട് കറക്കാണെന്ന് പറഞ്ഞു. കറക്കവോ? ഞാനോ? അല്ല, നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് നിന്നെ എവിടെ കണ്ടാലും അവളും കൂടെ ഉണ്ടാവും. ആ ചിലപ്പോ ഉണ്ടാവും. ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? കണ്ട പഴച്ചു പറ്റ പെണ്ണുങ്ങളൊക്കെ. അതെ, ചെറിയച്ഛനാണെന്ന് ഞാൻ നോക്കൂല. എനിക്ക് എന്റെ അച്ഛനെതിരിച്ച് സംസാരിക്കാമെങ്കിൽ നിങ്ങൾ എതിരിച്ച് സംസാരിക്കാം. പഴച്ചതുകളൊക്കെ ഞാൻ അറിഞ്ഞു. അതാ പറഞ്ഞേ, ഭാഗം വെക്കുമ്പോ ഒരാൾ കൂടി അവകാശം വരുമെന്ന്. അവന്റെ വാക്കുകൾ അയാളുടെ നെഞ്ചി കനല് കോരിട്ട പോലെ ആയിരുന്നു. അവന്റെ കൈകളെല്ലാം വരച്ചു തുടങ്ങി. കണ്ണിലെല്ലാം ചുവപ്പ് പടർന്നു. അതെല്ലാം ശിവ വേണ്ടോളം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ടെൻഷൻ കണ്ണു നിറച്ചു കൊണ്ടുകൊണ്ട് ശിവ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. എടി, കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അതെന്താ? എനിക്കൊന്ന് ചെന്നൈ വരെ പോണം. എന്തിന്? ഒരാവശ്യമുണ്ട്. എന്താവശ്യം? നീ ഇങ്ങനെ ചോദ്യത്തിന് മേലെ ചോദ്യം ചോദിക്കാതെ. ഞാൻ വരും ഒരു 3 ദിവസം കഴിഞ്ഞിട്ട്. 3 ദിവസം? അപ്പൊ 3 ദിവസം ഞാൻ എന്ത് ചെയ്യും? നീ എന്തെങ്കിലും ചെയ്യും. ശിവേട്ടാ, നീ അമ്മേനൊക്കെ നോക്കിയിരിക്കും. അപ്പോഴേക്കും ഞാനിങ്ങ് എത്തും. ശ്രമിക്കാം. ഞാനെന്നാ പോവാ. നേരത്തെ പോവാം. എന്ത് പറ്റി? നാളെ എനിക്ക് ഇവിടുത്തെ ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. നേരത്തെ നീക്കണം. ഓ, ഓക്കെ. പിന്നെ ഭൂമി, ഞാൻ നിനക്കും കൂടി പകരമുള്ള ആവശ്യത്തിനാ പോകുന്നത്. തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. ഞാൻ ഉണ്ടാവും. ചെല്ല്. ശിവ അങ്ങനെ നാട്ടിൽ നിന്ന് പോയി. അവൻ കയറിയിട്ട് കണ്ണൂരിൽ കൂടെ പോകുന്നത് അവൾ അമ്പലത്തിന് മുന്നിൽ നിന്ന് നോക്കിക്കണ്ടു. പോയിട്ട് വേഗമായോ? ഹലോ. ഹലോ ശിവ. ആകണ പറടാ. എടാ, നീ ഇതോടാ? നീ എപ്പത്തും? ഞാൻ മറ്റന്നാ എത്തും. ആ, നീ എന്നാ വേഗം വരാൻ നോക്ക്. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ലടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. വീട്ടിലാർക്കെങ്കിലും ഞാൻ അമ്മ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. എടാ, പ്രശ്നമൊന്നുമില്ല, നീ വേഗം വന്നാ മതി. ശരി. 3 ദിവസം കഴിഞ്ഞ് ശിവ ചെന്നൈ പോയി തിരിച്ചു വന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. വന്ന വഴി അവന് കൊളക്കടവിൽ പോകാൻ പറ്റില്ല. അവള് വരില്ലാന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ശിവ പുറത്തേക്ക് പോവാതിരിക്കാൻ വീട്ടിലുള്ള എല്ലാവരും ഒരുപാട് ശ്രമിച്ചു. അവരെല്ലാം പെരുമാറ്റത്തിൽ അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അവൻ കണ്ണനെ വിളിച്ചു. കണ്ണനായാലും കൃഷ്ണനായാലും പറയുന്ന കാര്യങ്ങളെല്ലാം തപ്പിത്തപ്പിയാണ് പറയുന്നത്. അവനൊന്നും തന്നെ മനസ്സിലായില്ല. അപ്പോഴാണ് അവൻ ഓർത്തത്, പോകുന്നതിന് അന്ന് രാത്രി അവൾ അവനോട് പറഞ്ഞിരുന്നു അവൻ വന്നു കഴിഞ്ഞ് അന്ന് രാത്രി അവൾ കുളക്കടവിലുണ്ടാവുന്നു. അതേപോലെ അന്നത്തെ രാത്രി ആരും കാണാതെ അവൻ വീട്ടിൽ നിന്ന് ചാടി. കുളക്കടവിലെത്തി അവിടെ എല്ലാം തെരഞ്ഞതിന് ശേഷം അവൾ എങ്ങും കണ്ടില്ല. അതവനൊരു നിരാശയായിരുന്നു. അവൻ അന്ന് രാത്രി ഉറങ്ങാനേ സാധിച്ചില്ല. പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോ ഞാൻ അമ്പലം വരെ. അമ്പലത്തിൽ പോകണ്ട. എന്താ? പോകണ്ട, ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്ത് പരിപാടി? നിങ്ങൾ പോകണ്ടെന്ന് അത് മനസ്സിലാവില്ലേ? ഇല്ല, മനസ്സിലാവില്ല. എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. ഞാൻ വന്ന ദിവസം തൊട്ട് എന്നെ പിടിച്ചു വെക്കാനുള്ള എല്ലാരും കൂടി. എന്താ കാര്യം? എന്താ ഇവിടെ നടക്കുന്നത്? ശിവ, ഏട്ടത്തി, എന്താ പ്രശ്നം? ഏട്ടത്തിങ്കിലും ഒന്ന് കാര്യം പറ. അവന്മാർ വിളിക്കുമ്പോ അവന്മാരൊന്നും പറയുന്നില്ല. ഇവിടെ ഉള്ളവരാണെങ്കിൽ പുറത്തോട്ട് വിടുന്നില്ല. കാര്യം എന്താ? ശിവ, അതാ കുട്ടി. കുട്ടിയോ? ഏത് കുട്ടി? അതാ ഊട്ടുപുരയിൽ നിന്നിരുന്നില്ലേ? ഭൂമിക്ക് എന്താ? ആ കുട്ടിക്ക് ചെറുതായിട്ടൊരു മനഭ്രാന്തി പോലെ. എന്ത്? ആ കുട്ടിയുടെ അമ്മക്ക് പറഞ്ഞ പോലെ ഇതില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ പോയി അന്ന് തന്നെ രാത്രി ആ കുട്ടിക്ക് വയ്യാതായി. വയ്യാതാവേ? ആ കുട്ടി അന്ന് രാത്രി കുളക്കടവിൽ തലറിയും കിടക്കുന്ന കണ്ടിട്ട് ആൾക്കാരെ പിടിച്ചോണ്ട് വീട്ടിലാക്കി. പിറ്റേ ദിവസം തൊട്ട് കൃഷ്ണ, ഇവരൊക്കെ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളിത് പറയാൻ വേണ്ടി വണ്ടി എടുക്ക്. അമ്മൂട്ടിയമ്മേ,
അമ്മൂട്ടിയമ്മേ, ശിവ മോനെ ഭൂമി എന്തേ? അവള് മാറിക്കേ, മോനെ നീ അത്തോട്ട് മാറാൻ. ഭൂമി, ഭൂമി, ഭൂമി. ഇതെവിടായിരുന്നു? എത്ര ദിവസമായി പോയിട്ട്? ഭൂമി, ശിവേട്ടാ ഇതൊന്ന് അഴിച്ചു തരാൻ പറ. അവനവന്റെ കാലിലേക്ക് നോക്കി. അവൻ അനധാരുടെ കാലിൽ കണ്ടതുപോലെ ഇന്ന് ഭൂമിയുടെ കാലിലൊന്ന്. അവളുടെ കാലിനത് വലിഞ്ഞു മുറി. നിറഞ്ഞ കണ്ണുകളോടെ അവൻ ആ ചങ്ങനയെ തലോടി. ഭൂമി, ഇത് എനിക്കറിയില്ല, എനിക്ക് കാര്യം എടുക്കും ശിവേട്ടാ. ഇതൊന്ന് അഴിച്ചു തരാൻ പറ പ്ലീസ്. അമ്മൂട്ടിയമ്മേ, ആ കുഞ്ഞെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തിട്ടിരിക്കുന്നത്? അവളെ കാലം നയിച്ചു മാറ്റി. കുഞ്ഞെ അവളെന്നലെ ഇന്നലെ ശിവേട്ടാ ആ ഭൂമി, അതുണ്ടല്ലോ. എപ്പോഴാണ് നമ്മുടെ കല്യാണം? കല്യാണം? എടേ പിന്നെ ഇത് കൂടുതലാണ് കേട്ടോ. കണ്ണാ, എവിടെ പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞ നീ ഉണ്ടായിരുന്നേ? ഭൂമി, എന്തൊക്കെയാ നീ പറയുന്നത്? 3 ദിവസം പോയിട്ട് തിരിച്ചു വരുമ്പോ എന്തൊക്കെയാ ചെയ്യാന്ന് പറഞ്ഞല്ലോ. എന്തിനു പോയതാ? നിന്റെ അമ്മക്ക് വേണ്ടിട്ട് ഞാനൊരു ഡോക്ടറെ. ഡോക്ടറോ? ആർക്ക്? അമ്മക്കോ? ഒന്ന് പോ ശിവേട്ടാ. എനിക്ക് എന്റെ അമ്മനെ കാണണം. അമ്മമ്മേ എന്നെ അവിടെ കൊണ്ടാക്കും. ഭൂമി ആരും 3 നേരം പുറത്തേക്ക് ഇറങ്ങി. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ അറിയില്ലടാ, കല്യാണം വേണമെങ്കിൽ വീട്ടിലെത്തിച്ചു എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. എല്ലാവർക്കും അതേ അറിയൂ. അവർക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന്. അല്ലെങ്കിൽ ഈ നട്ടപ്പാതിരി ആ കൊച്ചെങ്ങനെ അവിടെ പോയേ? അതും അമ്പലത്തിന്റെ സൈഡ്. ഈ രാത്രി നേരത്തൊക്കെ ചീത്ത ഇറങ്ങി നടക്കുന്ന സമയമല്ലേ? ഒന്ന് വെറുതെ ഇരി കൃഷ്ണ. ഇത് ശിവ, നമുക്ക് നോക്കാം, നീ ടെൻഷൻ ആവാതെ. പിന്നീടുള്ള രാത്രി ശിവക്ക് ഉറങ്ങാനായി സാധിച്ചില്ല. അതിനിടയിൽ നാട്ടിൽ ഉത്സവം അടുത്തടുത്ത് വരികയായിരുന്നു. എല്ലാ ഉത്സവത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ശിവയെ ഇപ്രാവശ്യം ആർക്കും തന്നെ കിട്ടിയില്ല. അവൻ അവളുടെ പിന്നാലെ തന്നെയായിരുന്നു. അവൾക്ക് എന്ത് പറ്റിയെന്നറിയാനിട്ട് ശിവക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഒരു സംസാരത്തിന് ശേഷം അവളോട് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല. വെറുതെ പോകും, അവളെ കാണും, കുറച്ചേരം അടുത്തിരുന്ന് സംസാരിക്കും, പോരും, അങ്ങനെ മാത്രം. ശിവയുടെ വീട്ടില് അവൻ ഏറ്റവും പ്രിയപ്പെട്ട മുറിയായിരുന്നു അവന്റെ അമ്മയുടെ മുറിക്കകത്തുള്ള മറ്റൊരു മുറി. അവന് പ്രിയപ്പെട്ടതെല്ലാം അവൻ അതിനുള്ളിലാണ് വെച്ചിരുന്നത്. എന്തൊരു കാര്യങ്ങളും മറ്റാരും കാണാതെ രഹസ്യമായി സൂക്ഷിക്കാൻ അവൻ മുറിയിൽ ഇടമുണ്ടായിരുന്നു. ഒരിക്കൽ രാത്രി അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മ ഉറങ്ങാനേ ഒരുങ്ങുമായിരുന്നു. അവൻ അമ്മയെ പിടിച്ചിരുത്തി അമ്മയുടെ മടിയിലായി കടന്നു. എന്താ പറ്റി? മോൾ കാലുപാടിയിരിക്കുന്നു. ഏയ് അമ്മേ, നീ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഞാൻ ഒരു ദിവസം മരിച്ചു പോയാ അമ്മ എന്ത് ചെയ്യും? ശിവ ആരും നീ പറ. മതി, നീ ചോദിക്കാനാണ് എന്റെ പോയ നീ. ഓ ഈ അമ്മ പാറുമേ, ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താടാ പറ. അതെ, ഞാൻ എങ്ങാനും മരിച്ചുപോയി ഇനി എനിക്കൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എന്റെ ഏട്ടത്തിന്റെ ഏട്ടന്റെ മോനായിട്ട് ജനിക്കണം. എത്ര കാലം കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഏട്ടത്തി ഓരോരുത്തർ ഓരോന്നും കളിയാക്കുമ്പോ മുഖത്ത് നോക്കി രണ്ടും പറയാൻ തോന്നും. പക്ഷെ എത്ര പേര് അടുപ്പിക്കും. ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ജനിച്ചാൽ മതി അമ്മേ, അവരുടെ രണ്ടുപേരുടെ മകനായിട്ട്. ശിവ ഹിന്ദു പോടാ, നീ ചെറുക്കൻ. അല്ല ശിവ, കുട്ടീന്റെ കാര്യം അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടികളാൻ പറ്റില്ലല്ലോ. പിന്നീട് നാട്ടിൽ നടന്നത് മുഴുവൻ അതും ഭൂമിയുടെ പേര് വരുന്നത് എല്ലാം എന്റെ ശിവന്റെ തലയിലായി. ശിവ ഇടക്കിടക്ക് അവളെ കാണാൻ പോയിരുന്നതും അവള് കുളക്കളയിൽ ഒരുമിച്ചിരുന്നതും അവനവളുടെ വീട്ടിൽ പോയതും അതെല്ലാം നാട് മുഴുവൻ അറിഞ്ഞു. അയാളെ നീ മറ്റത്തെ ബന്ധമാണെന്നും പറഞ്ഞു. അതിനിടെ പെൺകുട്ടി ഭൂമി. ആ കുട്ടി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അറിയും അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ശിവളെ പറ്റി പറയുമ്പോഴേക്കും സംശയം തോന്നിയിരുന്നു. ചോദിക്കുമ്പോഴൊന്നും അവൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ അവനൊരു പെൺകുട്ടിക്ക് നുണ പറയേണ്ട ആവശ്യമുണ്ടോ? നാട് മുഴുവൻ വിശ്വസിച്ചു, ഞങ്ങളും. എന്നിട്ട് ശിവ അന്നായിരിക്കും ചെന്നൈ പോയത്. അവളുടെ അമ്മക്ക് വേണ്ടി നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിക്കാനായിരുന്നു. അത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദാക്കാന്ന് മനസ്സിലായതിനു ശേഷമാണ് അവനവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. പിന്നീട് അവൾ മുമ്പ് ചെന്നൈക്ക് പോയി. ഇപ്രാവശ്യം പോയത് ഭൂമിക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ അവൻ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ആ കുട്ടി മരിച്ചിരുന്നു. ആരെ? ഭൂമി. അതെ, ആത്മഹത്യയായിരുന്നു. അവനാ വാർത്തറിഞ്ഞ അവിടെ എത്തിയ വരവ് അന്ന് തന്നെ ശിവയെ ഞാൻ മറക്കില്ല. ഞാൻ മാത്രമല്ല, ഈ നാട്ടിലുള്ള ഓരോ കുഞ്ഞു ഓർക്കും. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചിട്ട് അവൻ വന്നേ. ആ മരണ വീട്ടിൽ കിടന്നു കുറേ വെച്ചുണ്ടാക്കി. അവന് ഭൂമി വെച്ച ജീവനായിരുന്നു. അവളുടെ വേർപാടവെല്ലുണ്ടാക്കി മാറ്റും. അതിനുശേഷം എന്റെ മോൻ ആരോടും മിണ്ടാണ്ടായി. അവന് വാശിയായിരുന്നു അതൊരു ആത്മഹത്യ എല്ലാം തെളിയിക്കാൻ. പക്ഷെ ഉത്സവത്തിനൊന്നും വാണജലം വെച്ച് ഞാൻ ഇവിടെ കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് രാത്രി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. അന്നത്തെ ദിവസമായിരുന്നു ലക്ഷ്മിക്ക് പ്രസവേദന വന്നത്. വീട്ടിൽ നിങ്ങൾ രണ്ടായിട്ടും ചെയ്ത ഭൂമിയിലേക്ക് വന്നപ്പോ എന്റെ ജീവനും ജീവിതമാണ് പോയത്. അന്ന് മുറിക്കേണ്ടി വാതിലടച്ച ശിവ എന്നെ തുറന്നിട്ടേ ഇല്ല. രാവിലെ പേവനായിട്ട് വാതിൽ പിടിക്കും ജീവനത്തെ ശരീരമായിരുന്നു എന്റെ ശിവയെ കാണുന്നത്. ശിവയ്ക്കെന്താ?
അറ്റാക്കായിരുന്നു. എല്ലാ വിഷമവും ഉള്ളിൽ ഒതുക്കി നെഞ്ച് പൊട്ടിയ എന്റെ മോൻ മരിച്ച്. അപ്പോ ശിവയും ശരിക്കും പ്രണയിച്ചിരുന്നു? ആയിരുന്നു. ആയിരുന്നില്ല. കാശി കാശിയുടെ ഇത് ഈ നാട് വിശ്വസിക്കുന്ന കഥ. ഇതല്ല ഞങ്ങളുടെ കഥ. ശിവ തീർത്തുണ്ടമ്മേ, ഒരുപാട്. मम पुत्र सन्निभवा